السلام عليكم. بسم الله الرحمن الرحيم. إن الحمد لله حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ما لكم إذا قيل لكم انفروا في سبيل الله إذ ثاقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلا قليل إلا تنفروا يعذبكم عذابا أليما ويستبدل قوما غيركم ولا تضروه شيئا والله على كل شيء قدير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും അള്ളാഹുവിന് ശുക്ർ കാണിച്ചുകൊണ്ടും റബ്ബിനെ ഓർത്തും അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലും ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. നമ്മുടെ പള്ളിയിൽ ഓരോ മാസത്തിലും ഒരു ശനിയാഴ്ച ദിവസം നടക്കുന്ന വിജ്ഞാന സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു നമ്മൾ ഈ ചെലവഴിക്കുന്ന സമയം നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ഇതുപോലെ സകുടുംബം സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. നല്ല നിയ്യത്തുമായി നമ്മൾ ഇരിക്കുക. ഓരോ സെക്കൻഡുകളും നമുക്ക് നന്മയുടെ ഭാഗത്ത് എണ്ണിക്കണക്കാക്കിക്കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. പണ്ഡിതനായിരുന്ന ആമിർ ബിൻ അബ്ദുള്ള അദ്ദേഹം രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ 3-4 ആളുകൾ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്ന ഒരു രംഗം ചരിത്രത്തിൽ കാണാൻ പറ്റും. ഈ സുഹൃത്തുക്കളെ കണ്ട മാത്രയിൽ ആമിർ ബിൻ അബ്ദുള്ള ഇങ്ങനെ ഏങ്ങി കരയുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളിൽ ഒരാൾ ചോദിക്കാണ്, ആമിറെ, ഞങ്ങളെ കണ്ട സന്തോഷം കൊണ്ടാണോ നീ കരയുന്നത്? അപ്പൊ ആമിർ ബിൻ അബ്ദുള്ള പറഞ്ഞു, നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്, അതിയായ സന്തോഷമുണ്ട്, പക്ഷെ ഞാൻ കരയുന്നത് അതിനല്ല. അപ്പൊ ഉടനെ രണ്ടാമത്തെ ആള് ചോദിക്കാണ്, അസുഖത്തിന്റെ പ്രയാസം കൊണ്ടാണോ നീ കരഞ്ഞത്? അപ്പോഴും അദ്ദേഹം പറയാണ്, എന്റെ അസുഖത്തിന് എനിക്ക് പ്രയാസമുണ്ട്, വേദനയൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കരയുന്നത് അതിനല്ല. മൂന്നാമത്തെ ആള് ചോദിച്ചു, ഞങ്ങളെപ്പോലെ ഇറങ്ങി നടക്കാനൊന്നും കഴിയാത്തതിലുള്ള വിഷമം, നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ യാത്ര പോയതായിരുന്നു, പക്ഷെ ഇന്നിപ്പോ നീ കിടപ്പിലാണല്ലോ, അപ്പൊ ഇറങ്ങി നടക്കാനൊന്നും പറ്റാത്ത സങ്കടാണോ? അദ്ദേഹം പറഞ്ഞു, അതിനുമല്ല. നാലാമത്തെ ഒരാൾ ചോദിക്കാണ്, എന്നാ പിന്നെ മരണഭയമായിരിക്കും അല്ലേ, മരിക്കാനുള്ള പേടിയായിരിക്കും അല്ലേ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞാണ്, മരിക്കാൻ ആമിറിന് പേടിയില്ല, പക്ഷെ മരണത്തിനു ശേഷമുള്ള എന്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഇരുത്തം ഇരിക്കുന്നത്? നമ്മൾ എന്തിനാണ് കുറെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്? നമ്മൾ എന്തിനാണ് റമദാനിലും അല്ലാതെയും ഒക്കെ പട്ടിണി കിടക്കുന്നത്? നമ്മൾ എന്തിനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് കുറെ ആളുകൾക്ക് കൊടുക്കുന്നത്? നമ്മൾ എന്തിനാണ് നമ്മുടെ അയൽവാസി കരയുമ്പോൾ പോയി സമാധാനിപ്പിക്കുന്നത്? നമ്മൾ എന്തിനാണ് ആരെയും പരിഹസിക്കാതിരിക്കുന്നത്? നമ്മൾ എന്തിനാണ് കള്ളത്തരങ്ങൾക്ക് കൂട്ടിരിക്കാതിരിക്കുകയും കള്ളസാക്ഷ്യം പറയാതിരിക്കുകയും ഒരു കള്ളത്തരവും ചെയ്യാതിരിക്കുകയും എത്ര ദേഷ്യമുണ്ടായിട്ടും ഒരാളെയും കൊല ചെയ്യാതിരിക്കുകയും നന്നായി ക്ഷമിക്കുകയും പ്രയാസഘട്ടങ്ങളിൽ റബ്ബിനെ ഓർക്കുകയും ചെയ്ത് നന്മയിൽ മത്സരിച്ച് തിന്മയിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം
എനിക്ക് എന്റെ ഭരണത്തിനു ശേഷമുള്ള അവസ്ഥയെ കുറിച്ച് ആലോചിക്കുമ്പോൾ പേടിയുണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞാൻ ഇന്നലെ ഖുതുബയിൽ ഒരു മരണത്തെ പറഞ്ഞിരുന്നു. നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും. എനിക്കത് വല്ലാതെ ഇപ്പോഴൊരു ഷോക്കായിട്ട് നിൽക്കാൻ കാരണം നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ അയൽവാസി, നമ്മുടെ സുഹൃത്ത്, ഇവര് മരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു വിഷമം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ദിവസവും എത്രയോ ആളുകൾ മരണപ്പെടുന്നുണ്ട്, പത്രത്തിൽ എത്രയോ വാർത്തകൾ കേൾക്കുന്നുണ്ട്, വാട്സപ്പുകളിലും സോഷ്യൽ മീഡിയയിലും ധാരാളം മരണ വാർത്തകൾ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ നമുക്ക് ഉള്ളിൽ തട്ടും, നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ മരണപ്പെടുമ്പോ, കുടുംബമാകുമ്പോ, ആത്മമിത്രമാകുമ്പോ അടുപ്പത്തിനനുസരിച്ച് വിഷമം കൂടുമെന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇന്നലത്തെ കാര്യം മങ്കടയിൽ പോയപ്പോ കുറെ ആളുകൾ അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. ഇപ്പൊ പറയണെന്തറിയോ, ഇന്നലെ വൈകുന്നേരം അവരിങ്ങനെ നമ്മളെ ബസ് സ്റ്റോപ്പിനടുത്ത് സുഹൃത്തുക്കൾ ഒരുമിച്ച് ഇരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ഉണ്ട്. അതിന്റെ തൊട്ട് തലേ ദിവസം ഞങ്ങളുടെ നാട്ടിലെ മഹല്ല് ഖാദിയുടെ ഉമ്മ, നമ്മുടെ നാട്ടിലെ മഹല്ല് ഖാദിയുടെ ഉമ്മ മരണപ്പെട്ട മെസ്സേജ് മങ്കട മഹല്ല് ഗ്രൂപ്പിൽ വന്നപ്പോ ഇന്നാലില്ലാഹിന്റെ സ്റ്റിക്കർ ഇടുമല്ലോ നമ്മള്. ചില ആളുകൾ ടൈപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന സ്റ്റിക്കർ ഇടും അല്ലേ. ഇദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാല് വോയിസ് അയക്കാൻ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന അദ്ദേഹത്തിന്റെ വോയിസ്. ഇപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ഇങ്ങനെ നോക്കിയപ്പോ, നാളെ മരിക്കാനിരിക്കുന്ന വ്യക്തി ഇന്ന് രാത്രി മഹല്ല് ഖാദിയുടെ ഉമ്മ മരണപ്പെട്ടതിന് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു എന്ന് ടൈപ്പല്ല വോയിസ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഇപ്പൊ കുറെ ആളുകൾ അതിങ്ങനെ വീണ്ടും സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കേൾക്കാണ്. നാളെ മരിക്കുന്ന ആൾക്ക് പോലും അറിയണില്ലല്ലോ അല്ലേ, ഇന്ന് ഞാൻ ഈ വോയിസ് അയക്കുന്നത് നാളെ എനിക്ക് വേണ്ടി കുറെ ആളുകൾ ഇസ്തിർജാഇന്റെ വാക്കുകൾ ചൊല്ലും എന്നുള്ളത് പോലും അദ്ദേഹം ഉറപ്പാണ് അന്ന് ഓർത്തിട്ടുണ്ടാവില്ല. നമ്മളും ഇന്ന് ഓർക്കണില്ല. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഇങ്ങനെ ഒരു ലിമിറ്റഡ് പീരിയഡ് ലൈഫ് സ്പാനിന്റെ എക്സ്പയറി ഡേറ്റ് അള്ളാഹു ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ? ഉറപ്പാണ്. നമ്മുടെ ജീവിതമാകുന്ന ഈ ദുനിയാവിൽ ഇതിന്റെ ആയുസ്സിന്റെ അവസാന സെക്കൻഡ് എവിടെയാണ് എന്നുള്ളത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഉറപ്പാ. അതിനു മുൻപ് നമ്മുടെ നന്മയുടെ അക്കൗണ്ടുകളിൽ എന്തുണ്ട് എന്നുള്ള ചോദ്യത്തിൽ നമുക്ക് ദിവസവും ഇതിൽ ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ദിവസവും ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മള് കുറെ കേൾക്കുന്നവരാണ്. ഇപ്പൊ ഞാൻ ചില സദസ്സിന് ചോദിക്കലുണ്ടേ, നമ്മുടെ തുടക്കകാലം മുതൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിനെ പറ്റി നമ്മൾ കൂടുതൽ കേട്ട ആളുകളാണ്. നമസ്കാരം എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാത്ത ആരെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ല. നോമ്പിന്റെ ഷർത്തും നോമ്പിന്റെ നിയമങ്ങളും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഹജ്ജ് എങ്ങനെയാന്നുള്ളത് അല്ലെ, എന്താ എവിടെയെന്നറിയാം. നമുക്ക് ചിലപ്പോ രൂപം കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ആ പോണ സമയത്തൊന്ന് ഉറപ്പിക്കേണ്ടി വരും. പക്ഷെ അത് എന്താണ് ഇതിന്റെ സിസ്റ്റം നമുക്കറിയാം. നമസ്കാരം അറിയാം, നോമ്പറിയാം, സക്കാത്ത് എന്ത് എത്ര എങ്ങനെയെന്ന് അറിയാം. ഇസ്ലാമിലെ ഓരോ കാര്യം, ഹലാലുകൾ അറിയാം, ഹറാമുകൾ അറിയാം. ഇതൊക്കെ കേൾക്കുന്ന നമ്മൾ കൂടുതൽ ദീനിന്റെ കാര്യങ്ങൾ കേൾക്കുന്നവരാണോ, ദീനിന്റെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നവരാണോ എന്ന് ചോദിച്ചാൽ അവിടെ പല ആളുകളും പ്രയാസപ്പെടും. ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പൊ നമ്മൾ നമ്മോട് ചോദിക്കണേ, എനിക്ക് കുറെ വയസ്സായല്ലോ, നമുക്ക് ഓരോരുത്തർക്കും കുറെ വയസ്സായി. ഇസ്ലാമിലെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ കേട്ട വ്യക്തിയാണോ, കൂടുതൽ ചെയ്യുന്ന വ്യക്തിയാണോ? നിങ്ങളോട് ചോദിച്ചു നോക്കി. ഞാൻ കുറെ കേട്ടവനാണോ, കുറെ ചെയ്തവനാണോ? ഏതാ അതിൽ ഏറ്റവും കൂടുതൽ പുണ്യം എന്ന് ചോദിച്ചാൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. കേൾക്കുന്നതിനേക്കാൾ പുണ്യം ചെയ്യുന്നതാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമസ്കാരത്തെ പറ്റി പഠിക്കുന്നതും നമസ്കരിക്കുന്നതും വ്യത്യാസമുണ്ട്. നമസ്കാരത്തെ പറ്റി കുറെ ക്ലാസ് കേൾക്കുന്നതും ആത്മാർത്ഥമായി നമസ്കരിക്കുന്നതും ഏതാ കൂടുതൽ പുണ്യം? കേൾക്കണതിന് പുണ്യമല്ല എന്നല്ല, നമ്മൾ ഇരിക്കുന്നതിനും കേൾക്കുന്നതിനും പുണ്യമുണ്ട്. പക്ഷെ ഏതാ കൂടുതൽ പുണ്യം എന്ന് വെച്ചാൽ ആത്മാർത്ഥമായി നമസ്കരിക്കണതിനാണ്. സക്കാത്തിനെ പറ്റി ഖുത്ബ കേട്ടു. ഇന്ന് സാമ്പത്തിക വിഷയത്തിൽ ഒരു ക്ലാസ് ഇങ്ങനെ കേൾക്കണം, നമ്മൾ ആവേശത്തോടെ കേട്ടു. ഓ, നല്ല അടിപൊളി പ്രസംഗം കേട്ടോ. കണ്ടാ തന്നെ കേട്ടാ തന്നെ സക്കാത്തിന് കൊടുക്കാൻ തോന്നും, സ്വതക്കയിലാണ് മത്സരിക്കാൻ തോന്നും. പക്ഷെ മൂപ്പര് സക്കാത്ത് കൊടുക്കണില്ല. സക്കാത്ത് കൊടുക്കണില്ല, പേഴ്സ് എടുക്കും. സക്കാത്ത് കൊടുക്കാൻ നേരത്ത് ഭയങ്കര അസ്വസ്ഥത. പഠിച്ചോനെ എന്റെ പൈസ തീരുമല്ലോ, പിന്നെ ഉള്ളിലേക്ക് വെക്കും. ഏതാ പുണ്യം? സക്കാത്തിനെ പറ്റി ക്ലാസ് കേൾക്കുന്നതാണോ, സക്കാത്ത് കൃത്യമായി കൊടുത്തതാണോ പുണ്യം എന്ന് ചോദിച്ചാൽ ആർക്കും സംശയമില്ലല്ലോ. സക്കാത്ത് കൊടുക്കുന്നതാണ്.
ഹജ്ജിനെ പറ്റി പഠിച്ചു, ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജിനെ പറ്റി ഖുത്ബ കേട്ടു. ആ കേട്ടിരിക്കുന്നതാണോ പുണ്യം? കഴിവും സാമ്പത്തിക ശേഷിയും ആരോഗ്യവും ഉണ്ടായിട്ട് അവിടെ പോയി ഹജ്ജ് ചെയ്യുന്നതാണോ പുണ്യം? സംശയമുണ്ടോ പ്രിയപ്പെട്ടവരെ? നമുക്ക് ഇല്ല, ഒരു സംശയമല്ല. ഇങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ എല്ലാം ചെയ്യുന്നതാണ് പുണ്യം. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആയുസ്സിൽ കൂടുതൽ ചെയ്യുന്നവരാണോ കൂടുതൽ കേൾക്കുന്നവരാണോ? സത്യസന്ധമായിട്ട് ആലോചിച്ച് നോക്കി. നമ്മൾ വെള്ളിയാഴ്ചകളിൽ ഖുത്ബ കേൾക്കുന്നു, റമദാനിൽ കുറെ ക്ലാസ്സുകൾ കേൾക്കുന്നു, അല്ലാത്ത ഇതുപോലെയുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുന്നു, കേൾക്കുന്നു. ഇങ്ങനെ കുറെ നമ്മൾ യൂട്യൂബ് പ്രഭാഷണങ്ങൾ, അല്ലാതെയുള്ള വാളുകൾ, സാരോപദേശങ്ങൾ, നമുക്ക് മടുപ്പൊന്നുമില്ല, നമ്മൾ കേൾക്കുന്നുണ്ട്. ചെയ്യുന്നത് എത്രയാണെന്ന് ആലോചിച്ചാൽ കുറവാണ് എന്നുള്ളതിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. തുലോം തുച്ഛാണ്, എന്റെ അമലുകൾ വളരെ കുറവാണ്. എന്നാൽ അള്ളാഹു നോക്കുന്നത് എന്താണ്? അള്ളാഹു നോക്കുന്നത് നമ്മുടെ കർമ്മത്തിലേക്കാണ്. എത്ര മികവുറ്റ കർമ്മങ്ങളുണ്ട് എന്നുള്ളതാണ്. എത്ര മികവുറ്റ കർമ്മങ്ങളുണ്ട് നിങ്ങൾ നോക്കിയേ. ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം സൂറത്തു തൗബയിലെ 38-39 ആയത്തുകളാണ് കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, മാലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടണം, ധർമ്മസമരത്തിൽ ഏർപ്പെടണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഇസ്സാഖൽതും ഇലൽ അർള്, നിങ്ങൾ ഭൂമിയിലേക്ക് കനം തൂങ്ങുന്നവരായിട്ട് മാറിയില്ലേ? അറളീതും ബിൽ ഹയാത്തി ദുനിയാ മിനൽ ആഖിറ, നിങ്ങൾ പരലോകത്തിനേക്കാൾ ദുനിയാവിന് പ്രാധാന്യം നൽകുന്നവരായിട്ട് മാറിയോ? ഫമാ മതാഉൽ ഹയാത്തി ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ ദുനിയാവ് പരലോകവുമായി തട്ടിച്ച് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ വളരെ കുറവാണ് എന്നാണ്. ഇവിടെ നിർത്തിയില്ലട്ടോ. അടുത്ത ആയത്താണ് കുറച്ചുകൂടെ നമുക്ക് പേടി തോന്നുന്നത്. അതെന്താ അറിയോ? ഇല്ലാ തൻഫിറു, സത്യത്തിൽ ഇതൊരു ഭീഷണി പോലെ നമുക്ക് തോന്നും. ഇല്ലാ തൻഫിറു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാതിരുന്നാൽ, ഇല്ലാ തൻഫിറു, നിങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ യുഅദ്ദിബുകും അദാബൻ അലീമ, യുഅദ്ദിബുകും അദാബൻ അലീമ, വേദനാജനകമായ ശിക്ഷ നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. എന്തിനു പ്രിയപ്പെട്ടവരെ? തിന്മ ചെയ്തവർക്കല്ല ഈ പറഞ്ഞത്. കുറെ കള്ളത്തരം നടത്തിയവന്, കുറെ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടവന്, കുറെ ആളുകളെ കൊന്നൊടുക്കിയവന് അവനെ നല്ല ശിക്ഷിക്കുന്നല്ല പറഞ്ഞത്. നന്മയുടെ വിഷയത്തിൽ ഇറങ്ങാതിരുന്നാൽ യുഅദ്ദിബുകും അദാബൻ അലീമ, വേദനാജനകമായ ശിക്ഷ നിങ്ങളെ പിടികൂടുമെന്നാണ്. എന്നിട്ടോ വയസ്തബ്ദിൽ ഖൗമൻ ഗൈറകും, നിങ്ങളല്ലാത്ത ഒരു സമൂഹത്തെ അല്ലാഹു കൊണ്ടുവരും. വലാ തദുറുഹു ശൈഅ, അല്ലാഹുവിനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയൂല. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ് എന്ന്. എല്ലാം ചെയ്യാൻ കഴിവുള്ളവനായ അല്ലാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ചും അനുസരിച്ചും ജീവിക്കേണ്ടവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, കുടുംബ വിജ്ഞാന വേദിയിൽ സ്വാഭാവികമായും നമ്മൾ കുടുംബത്തെ പറ്റി എന്തായാലും ഓർക്കുമല്ലോ. അപ്പോൾ ഓർക്കൂലേ, എനിക്ക് എന്റെ കുടുംബത്തെ ഇവിടെ എത്തിക്കണം, എന്റെ കുടുംബം ഇതുപോലെ സ്വർഗത്തിലെത്തണം, ഇത് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. നമ്മുടെ കാതുകളിൽ കേട്ട് തഴമ്പിച്ച ആയത്താണ് അല്ലേ? നിങ്ങളെയും അല്ലെ സ്വന്തത്തെയും സ്വന്തം കുടുംബത്തെയും നരകത്തെ തൊട്ട് കാക്കണം എന്നുള്ളത്. സത്യത്തിൽ ഇതിനു വേണ്ടി എന്തൊരു സ്ട്രാറ്റജിയാണ് നമ്മളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ആലോചിച്ചൊക്കെ. സ്വന്തത്തെയും സ്വന്തം കുടുംബത്തെയും അവരുടെ തടി രക്ഷപ്പെടുത്താൻ എന്തു സ്ട്രാറ്റജിയാണ് നമ്മളിലുള്ളത് എന്നാണ്. ഇപ്പോ നമുക്ക് കുറച്ചു കാലം ഇങ്ങനെ പിന്നിലേക്ക് പോയി നോക്കാം. ഇപ്പൊ നമ്മളൊക്കെ അല്ലെ, ഒരു കുടുംബത്തിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയോ കിടക്കുന്ന ഒരു പുരുഷൻ അല്ലെ, എവിടെയോ കിടക്കുന്ന ഒരു സ്ത്രീയെ ഹലാലായ രൂപത്തിൽ പിതാവിനോട് കൂടിയാലോചിച്ച് പിതാവിന്റെ സമ്മതപ്രകാരം മഹർ നിശ്ചയിച്ച് അല്ലെ, വിവാഹമൂല്യം നിശ്ചയിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? നിക്കാഹ് കഴിക്കുകയാണ്. രണ്ട് കുടുംബങ്ങളാണ്, അതുവരെ പരിചയമൊന്നുമില്ലാത്ത രണ്ട് രൂപത്തിൽ ജീവിച്ച കുറെ ആളുകൾ അല്ലെ, അവരൊന്നിക്കുന്നു. അപ്പൊ ഇത് അവർ ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പിന്നെ അവർക്ക് മക്കൾ ഉണ്ടാകുന്നു. ഇതിനാണല്ലോ നമ്മൾ സാങ്കേതികമായി കുടുംബം എന്ന് പറയാം. ഇതാണ് കുടുംബം. ഈ കുടുംബത്തെ നമ്മൾ സ്വന്തത്തെയും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സ്വർഗത്തിലേക്ക് എത്തിക്കണം. ഇതാണ് നമ്മുടെയും ആഗ്രഹം. ഇസ്ലാമിന്റെ താല്പര്യം ഇതാണ്.
അല്ലേ? നരകം പടച്ചത് അള്ളാഹു കുറെ ആളുകൾ തീയിലിട്ട് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മളെ രക്ഷിതാക്കൾ പലപ്പോഴും കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ, അല്ല തീയിലിടണോനാണ് അല്ലാ അല്ലെ, നരക ശിക്ഷയിൽ പഠിച്ചോ ശിക്ഷിക്കും അല്ല. ശിക്ഷന്റെ ഒക്കെ അപ്പുറത്ത് രക്ഷയുടെ ഒരുപാട് വഴികൾ ഒരുക്കി നമ്മളെ കാത്തിരിക്കുന്നതാണ് പടച്ചോന്റെ റഹ്മത്ത് അല്ലേ? അള്ളാഹുവിന്റെ കാരുണ്യമാണ് നമ്മുടെ മക്കളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. എടാ, നമുക്കുള്ള വായു, നമുക്കുള്ള വെള്ളം, നമുക്കുള്ള വെളിച്ചം, നമുക്കുള്ള ഈ ദുനിയാവിലെ സകല സൗകര്യങ്ങളും ഒരുക്കി തന്നവന് പടച്ചോനാണ്. ആ അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് അവരുടെ കാതുകളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ശരി, ഇങ്ങനെയുള്ള കുടുംബ ജീവിതത്തിന്റെ ആരംഭം സത്യസന്ധമായി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്രയാളുകൾ ദീന് നോക്കിയിട്ട് കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട്. ഞാൻ സമൂഹത്തിന്റെ, നിങ്ങൾ സ്വന്തം കാര്യം അത് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന്റെ ഒരു അവസ്ഥ വെറുതെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നിക്കാഹ് ഖുത്ബയിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് അല്ലെ, 4 കാര്യങ്ങളാൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു നിക്കാഹ് നടക്കുന്നത്, വിവാഹം ചെയ്യപ്പെടുന്നുണ്ട്. അതിലൊന്ന് ലിമാലിഹ വലി ജമാലിഹ വലി ദീനിഹ വലി ഹസ്ബിഹ. സൗന്ദര്യം നോക്കിയിട്ട്, തറവാട് നോക്കിയിട്ട്, സാമ്പത്തിക ശേഷി നോക്കിയിട്ട്, ദീന് നോക്കിയിട്ട്. എന്നിട്ട് നബി പറയാണ് ഫദ്ഫർ ബിദാത്തി ദീൻ, ദീനിന് പ്രാധാന്യവും പരിഗണനയും കൊടുക്കണം കേട്ടോ. ഇപ്പൊ നമ്മുടെ മക്കൾക്ക് കല്യാണം അന്വേഷിക്കുമ്പോ, നമ്മൾ കല്യാണം അന്വേഷിക്കുമ്പോ രണ്ടും കൂട്ടി വായിച്ചോളെ. ഇതില് ഈ പലതും നോക്കിയ കൂട്ടത്തിൽ ദീന് എത്ര സമയം, എത്ര ദിവസം, അല്ലെങ്കിൽ എന്ത് പരിശോധന? പെണ്ണ് കാണാൻ പോയ ആളുകൾ നമ്മൾ അല്ലെ, നമസ്കാരത്തെ പറ്റിയിട്ടോ ദീനീപരമായ വിജ്ഞാനത്തെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ എന്റെ കുടുംബം ഇങ്ങനെയാകണം, ദീനീപരമായി ഇങ്ങനെ ആകണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് എന്നുള്ള ഒരു അര സെന്റൻസ് എങ്കിലും ആ സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ശരി, ചിലപ്പോ അന്ന് പേടിയോണ്ടേ ആദ്യമായിട്ട് പെണ്ണണം പോലെ, അല്ലെങ്കിൽ പിന്നെ അന്നത്തെ ഒക്കെ പാടെ ബേജാറുണ്ട്, അത് മറന്നിട്ടുണ്ടാവും. എന്നാൽ ജീവിതത്തിലേക്ക് വന്നു കൂട്ടരെ, ജീവിതത്തിലേക്ക് വന്നു, നമ്മൾ കൊണ്ടുവന്നല്ലോ എന്റെ സഹധർമ്മിണിയെ അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ. ഇത് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഞാൻ പറയുന്നത്. ഭാര്യ പറയണേ, നോക്കി, നമുക്ക് നമ്മുടെ സ്വർഗം നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് പ്ലാനുകൾ വേണ്ടേ? നമ്മുടെ സമ്പത്തിൽ നിന്നൊരു വിഹിതം, നമ്മുടെ നമസ്കാരം പെർഫെക്റ്റ് ആകേണ്ടത്, സുന്നത്തുകൾ അധികരിപ്പിക്കേണ്ടത്, നമ്മുടെ മക്കളെ വളർത്തേണ്ടത്, ഇങ്ങനെയുള്ള ചർച്ചകൾ നീ ആദ്യ രാത്രി തന്നെ വേണമെന്നില്ല അല്ലേ, ഇപ്പൊ കഴിഞ്ഞ ഏതെങ്കിലും അവസാനത്തെ രാത്രിയെങ്കിലും അല്ലെങ്കിൽ അതിനിടയിൽ എപ്പോഴെങ്കിലും ചർച്ചയിൽ വന്നിക്കണോ? നമ്മുടെ കുടുംബത്തിലെ പല ചർച്ചകളിൽ സഹധർമ്മിണി ഇങ്ങനെ പറയുന്നുണ്ടോ? ബെറ്റർ ഹാഫ് എന്ന് പറയുന്ന അല്ലെ, തിരിച്ചങ്ങോട്ട് ഭർത്താവ് തിരിച്ചങ്ങോട്ട് ഭാര്യയോട് ആദ്യത്തെ ദിവസമോ അല്ലെങ്കിൽ പിന്നീടുള്ള ദിവസമോ നോക്കിയാൽ നമ്മുടെ മക്കൾ ദീനീപരമായിട്ടോ, ഞാൻ അവർ പറയുന്ന അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച് ചർച്ച എന്തായാലും വന്നിട്ടുണ്ടാവും. ചേർക്കേണ്ട സ്കൂളുകളെ പറ്റി ധാരാളം ചർച്ച വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ കഴിക്കേണ്ട ഭക്ഷണത്തെ പറ്റി, ഇറങ്ങേണ്ട ഔട്ടിങ്ങുകൾ, സ്പോട്ടുകൾ അല്ലെ, ബക്കറ്റ് ലിസ്റ്റുകൾ, ഇതൊക്കെ ഒപ്പം സ്വപ്നം കണ്ട ഒരുപാട് സംഗതികളുണ്ട്. അതിനിടയിൽ എത്ര നേരം, അതാ ഞാൻ ചോദിക്കണത്, ഇടക്കൊന്ന് എന്നുള്ളതല്ല, എത്ര നേരം, എത്ര ദിവസം ഈ ദീനീപരമായ ചർച്ചകൾ കുടുംബത്തിൽ കയറി വരുന്നുണ്ട്. അപ്പോഴാണല്ലോ സത്യത്തിൽ ഞാൻ ദുനിയാവിനാണോ പരലോകത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ള ഒരു താരതമ്യം ചെയ്യാനെങ്കിലും നമുക്ക് കഴിയാം അല്ലേ? ഈ അദാബൻ അലീമ, ഈ നന്മകൾ ചെയ്യണത് പിന്നെ രണ്ടാമത്തെ സംഗതിയാണ്. ആദ്യം വേണ്ടത് ആലോചനയാണ്, എന്റെ മനസ്സിന്റെ തേട്ടമാണ്, ആഗ്രഹമാണ്, ഉദ്ദേശമാണ്. ഇതിനനുസരിച്ചാണ് പിന്നെ നമ്മൾ കർമ്മത്തിലേക്ക് എത്തുക. പ്ലാനിങ് ഇവിടെ നടക്കണം. ആ പ്ലാനിങ് ഉണ്ടായിട്ടുണ്ടോ? ഇതില്ലാത്തതിന്റെ കാരണം ഒന്ന് ഞാൻ പറയട്ടെ, ഫദ്ഫർ ബിദാത്തി ദീൻ നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഫദ്ഫർ ബിദാത്തി ദീൻ ഉണ്ടായിട്ടില്ല. ശരി പ്രിയപ്പെട്ടവരെ, ഇനിയിപ്പോ ഏതായാലും അത് നോക്കാൻ സമയമില്ല, ഇനി അത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ പരസ്പരം ധാരണകളിലൂടെ, ചർച്ചകളിലൂടെ ദീന് പരസ്പരം ഷെയർ ചെയ്തും ഇഷ്ടപ്പെട്ടും ആഗ്രഹിച്ചും കൊണ്ടും കൊടുത്തും പരസ്പരം ഓർമ്മിപ്പിച്ചും ഉണ്ടാവുക. ഈ സ്വഹാബത്ത് ശരിക്കും അങ്ങനെയാണ്. അവരുടെ ജീവിതം നോക്കിയാലേ അവരുടെ തീന്മേശകളിൽ ചർച്ച നടക്കുന്നുണ്ട്, പുറത്തിറങ്ങിയാൽ ഈ ചർച്ച നടക്കുന്നുണ്ട്. നല്ല രസമാണ്. നമ്മൾ കണ്ടുമുട്ടിയാൽ, ഈ പുല്ലൂരങ്ങാടിയിൽ എന്റെ സുഹൃത്തിനെ കണ്ടുമുട്ടിയാൽ, എടാ എന്തൊക്കെടാ സലാം പറയും, എന്തൊക്കെടാ, എന്താ വിശേഷം, എന്താണ് കുട്ടികളെ വർത്താനം, കുറെ കാലത്തിന് ശേഷമാണെങ്കിൽ കുറെ കാര്യങ്ങൾ ചോദിക്കാണ്ടാവും. ദിവസം കണ്ടുകൊണ്ടെങ്കിൽ ഒന്നുമില്ല സലാം പറഞ്ഞിട്ടെങ്കിലും നമ്മൾ പിരിയും. കാരണം ഓരോ വക്തിനും കാണുന്നവനാണ്, തീരെ കാണാത്തവനാണ് ഈ കുറച്ചുകൂടെ കൈപിടിച്ച് സംസാരിക്കും. ഈ സ്വഹാബത്ത് കണ്ടുമുട്ടിയാലേ അവര് സൂറത്തുകൾ ഓതാണ്. ഏതാണ്? സൂറത്തുൽ അസ്ർ. എന്താ സൂറത്തുൽ അസ്ർ? കാലം തന്നെയാണ്. പരസ്പരം പറയട്ടോ, കാലം തന്നെയാണ് സത്യം. കൈ കൊടുത്തിട്ട് പറയണേ, ഇന്നൽ ഇൻസാൻ ലഫീ ഖുസ്ർ. എടാ, ഈയും ഞാനൊക്കെ നഷ്ടത്തിലാണ്, മനുഷ്യരായ നമ്മൾ നഷ്ടത്തിലാണ്.
ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വതവാസ്സൗ ബിൽ ഹഖി വതവാസ്സൗ ബിസ്സബ്ർ. നോക്കിയങ്ങൾ ഈ പിടുത്തങ്ങനെ പിടിച്ചിട്ട് അവർ പരസ്പരം ഉണർത്തുന്നത് നോക്കിയാ നമ്മൾ നഷ്ടത്തിലാകും. എന്ത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം സുശക്തമാക്കിയിട്ടില്ലെങ്കിൽ ഈ ഞാൻ നഷ്ടത്തിലാവൂട്ടോ, ഈ ഞാൻ നഷ്ടത്തിലാവും. രണ്ടാമത്തെ കാര്യം, സൽപ്രവർത്തനങ്ങൾ ഗംഭീരമായി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നഷ്ടത്തിലാവൂട്ടോ. മൂന്നാമത്തെ കാര്യം, നമ്മൾ ദഅവത്ത് നടത്തിയിട്ടില്ലെങ്കിൽ ഈ ഞാൻ നഷ്ടത്തിലാവൂട്ടോ. അങ്ങനെ നടത്തുമ്പോ പ്രവാചകനൊക്കെ ഏറ്റുവാങ്ങിയ പോലെ, നമ്മുടെ കുറെ ആളുകൾ ഏറ്റുവാങ്ങിയ പോലെ പ്രയാസം ഉണ്ടാവും. അപ്പൊ ക്ഷമിച്ചില്ലെങ്കിലും ഈ ഞാൻ നഷ്ടത്തിലാവൂട്ടോ. ഇതവർ പരസ്പരം കണ്ടുമുട്ടിയപ്പോ ചൊല്ലിയതാണ്. എന്താ ഓർമ്മിപ്പിക്കണത്? മുഴുവൻ പരലോകത്തെ നമ്മളെ കൂട്ടുകാരനെങ്ങാനും പ്രിയപ്പെട്ടവരെ വെറുതെ ആലോചിക്കാൻ വേണ്ടി പറയാണ്. നിങ്ങൾ നാളെ പുല്ലൂരിലേക്ക് ഇറങ്ങി ഒരു ദിവസം കണ്ടുമുട്ടിയപ്പോ ഒരു സൂറത്ത് ചൊല്ലാണ്, എടാ ഇന്നൽ ഇൻസാന ഫീ ഖുസ്ർ. വേണ്ട, അതിന്റെ മലയാളം പറഞ്ഞുതരാണ്. എടാ നമ്മളൊക്കെ ഈ ദുനിയാവെന്ന് വിട വാങ്ങേണ്ടി വരൂലേ, നമ്മൾ ഭയങ്കര ദഅവത്ത് നടത്തണ്ടേ, നമ്മൾ നമ്മുടെ വിശ്വാസം എപ്പോഴും ക്ലിയർ ആക്കണ്ടേ, അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ ഒരു ദിവസം. അപ്പൊ നമ്മളിങ്ങനെ അല്ലെ, നമ്മളെന്താ വിചാരിക്കണോ, എന്താ ഇപ്പൊ അവന് പറ്റിയത്? ഒന്നാമത്തെ ചെയ്യുന്നത് എന്താ പിന്നെ പറ്റിയത്? ഇന്നലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഒരു ഖുർആന്റെ ആയത്ത് ഉണർത്തിയപ്പോഴേക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഞാനിങ്ങനെ ആദ്യം ഇങ്ങനെ കേട്ടിരിക്കും, വേണേ നാളെയും കണ്ടുമുട്ടിയപ്പോ കൈ പിടിച്ചിട്ട് ഓന് ഒരു സൂറത്ത് ചൊല്ലിയാ വിചാരിക്കും, എടാ അയ്യോ ഞാനും നഷ്ടത്തിലാവൂട്ടോ. അപ്പൊ നമ്മളെ ചിന്ത എന്താ പറയുക, ഇവനെന്തോ കാര്യമായിട്ട് പറ്റിയിരിക്കുന്നത്, അല്ലാതെ പോന് എന്താ പോന്ന് സൂറത്ത് ഓദിപ്പിക്കുക, അല്ലെങ്കിൽ ഖുർആന്റെ ആശയം പറയാം, ദീന് ഡിസ്കസ് ചെയ്യാ. എന്താ എനിക്ക് പറയുന്ന കാര്യം തന്നെയല്ലേ. ഈ സ്വഹാബത്തിന് ഇത് അറിയൂലേ? അവർക്കറിയൂലേ? സൂറത്തുൽ അസ്ർ അറിയാത്ത സ്വഹാബിമാരാ? അല്ല. പക്ഷേ ഉൾച്ചേർന്ന് ഒപ്പം നിന്ന് സ്വർഗത്തിലേക്ക്, നമുക്കിത് പറയാൻ ഭയങ്കര രസമാണ് കേട്ടോ, എളുപ്പമാണ് പറയാൻ. കുടുംബസമേതം സ്വർഗത്തിലേക്ക് എന്ന് പറയാൻ എളുപ്പമാണ്, കേൾക്കാനും അതിലേറെ സുഖമാണ്. കേട്ടാ മതി, എളുപ്പമാണ്. പക്ഷേ ഇത് ചെയ്യാൻ കുറച്ച് പണി. അതാ പറഞ്ഞത്, നമ്മൾ കുറെ കേൾക്കുന്നവരാണോ കുറെ ചെയ്യുന്നവരാണോ? ഇത് അത്ര ആലോചിച്ചാൽ മതി. കുറെ കേൾക്കുന്നവരാണോ കുറെ ചെയ്യുന്നവരാണോ? അപ്പൊ നമുക്ക് ഏകദേശം പ്രിയപ്പെട്ട ഒരു ഉത്തരം അങ്ങനെ കിട്ടും. അപ്പൊ ഇവരിങ്ങനെ ഉണർത്തുകയാണ് കേട്ടോ. നമ്മൾ ഉണർത്തിയാൽ, നമ്മുടെ ഒരു സുഹൃത്ത് ഉണർത്തിയാൽ നമുക്ക് അവനെ ഇഷ്ടപ്പെടോ ഇഷ്ടപ്പെടാതിരിക്കോ? ഇതാണ് എന്റെ രണ്ടാമത്തെ പോയിന്റ്. നമുക്കൊന്ന് ഇഷ്ടപ്പെടും. നമ്മുടെ കുടുംബത്തിൽ ദീന് പറഞ്ഞു തരുന്ന ഒരാൾ നമുക്ക് ഇഷ്ടമാണോ വെറുപ്പാണോ? ഇനി കുട്ടികളെ അല്ലെങ്കിൽ ക്യാമ്പസിലൊക്കെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഒരാളെങ്ങാനും നമസ്കാരത്തിലേക്ക് വിളിക്കുന്ന ഒരു കുട്ടിയോ, നമസ്കാരത്തിലേക്ക് വിളിക്കുന്ന അല്ലെങ്കിൽ ദീനിന്റെ വിഷയത്തിൽ പറയുന്ന ഒരാളുണ്ടെങ്കിൽ അവൻ ഒറ്റപ്പെടുത്തും. അവൻ ഒറ്റക്കാവും, ക്യാമ്പസിൽ ഒറ്റക്കാവും. അത് പറയുന്നവരെ പോലും നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് ഞാൻ കുറ്റപ്പെടുത്തല്ല, നമ്മുടെ സമൂഹത്തിന് വലിയ താല്പര്യമില്ല. ഇതാണ് അല്ലെ, അതിലേക്ക് ചേർത്ത് വെക്കേണ്ട പോലുള്ള ഇതാണ്. നമ്മൾ എന്ത് ചെയ്യും? നഷ്ടക്കാരായി പോകും, റബ്ബിന്റെ ശിക്ഷക്ക് പാത്രീഭൂതരാകും. ഞാൻ വീണ്ടും പഴയ അവസ്ഥ അല്ലെ ഓർക്കാൻ വേണ്ടിട്ട് പറഞ്ഞത്, നമ്മൾ കല്യാണം കഴിഞ്ഞു, നമ്മളുടെ ഇങ്ങനത്തെ ഡിസ്കഷൻ വന്നില്ല. ശരി, നമ്മൾ ഇപ്പൊ ഏതായാലും കുറെ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനത്തെ വിഷയങ്ങൾ മക്കൾ വരുമ്പോഴൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഇനിയോ ആദ്യ രാത്രിയിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വേണ്ട, നമ്മൾ ഭാര്യ ഭർത്താക്കൻ ബന്ധപ്പെടുമ്പോ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അല്ലേ. അല്ലാഹുമ്മ ജന്നിബിനി ശൈത്വാൻ വജന്നിബി ശൈത്വാന മിമ്മാ റസഖ്തനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന സന്തതികളിൽ നിന്നും നീ ശൈത്വാനീയത്തിന് അകറ്റേണമേ അല്ലേ. ദോഷബാധയെ എന്ന് പറഞ്ഞാൽ ഈ ചെറുക്കം വലുതായിട്ടൊരു മോശപ്പെട്ടവനാകരുത്, ശൈത്വാനീയത്തിന് ഞങ്ങളിൽ നിന്നാകണമേ. നമ്മൾ എത്രയാളുകൾ ഇത് പ്രാർത്ഥിക്കുന്നുണ്ടാവും, നമ്മൾ എത്രയാളുകൾ അല്ലെ ആ ഒരു സമയത്ത് ആ ഒരു വേളയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഒന്ന്, അപ്പോ നമ്മൾ പിന്നെ പിൽക്കാലത്ത് നമ്മളെ കുട്ടി ഇങ്ങനെ ഒരു കുരുത്തം കെട്ടവനായി മാറുമ്പോ അല്ലെ, സത്യത്തിൽ തുടക്കം മുതലേ ശ്രദ്ധിക്കാൻ ഇസ്ലാം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. അത് ഓർമ്മപ്പെടുത്താനാണ്. ശരി, നമ്മുടെ കുട്ടി നമ്മുടെ കൂടെയാണ് വളരുന്നത്, നമ്മുടെ കുടുംബം, നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്, നമ്മൾ പോറ്റി വളർത്തുന്ന നമ്മുടെ കുടുംബം അല്ലെ, നമ്മുടെ വീട്ടിലാണുള്ളവരെല്ലാം. എത്രത്തോളം അനുസരണയോടെ അവരുണ്ട്. ഇബ്രാഹിം നബിനെ വല്ലാതെ കൂടുതലായി നമ്മൾ ഓർത്തൊരു മാസമാണ് കഴിഞ്ഞു പോയി. ഇപ്പൊ ആ രംഗങ്ങളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയോ? ഈ ഉമ്മ വളർത്തിയ കുട്ടി അല്ലെ, ഹാജർ വളർത്തിയ ഇസ്മായിൽ അല്ലെങ്കിൽ ഇബ്രാഹിം വളർത്തിയ ഇസ്മായിൽ,
എങ്ങനെയാണ് അല്ലെ ഖുർആൻ അങ്ങനെ പറഞ്ഞേ അല്ലെ, സ്വന്തം കൈപിടിച്ചിങ്ങനെ നടക്കാനായ പ്രായത്തിൽ കിനാവ് കണ്ടു. എന്നിട്ട് മോനോട് അഭിപ്രായം ചോദിക്കാണ്, മോനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനത്തെ ഒരു പ്രായത്തിൽ ഒരു കുട്ടി എങ്ങനെയാണ് യാ അബത്തി ഇഫ്അൽ മാ തുഅ്മർ, യാ അബത്തി ഇഫ്അൽ മാ തുഅ്മർ എന്ന് മറുപടി കൊടുക്കുക? നിങ്ങൾ ശരിക്കും ഇതിനെ പറ്റി ആലോചിക്കണോ? ഇങ്ങനെ നടക്കുന്ന പ്രായത്തിൽ ഒരു കുട്ടി യാ അബത്തി ഇഫ്അൽ മാ തുഅ്മർ എന്ന് എങ്ങനെയാണ് റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവുക, മറുപടി കൊടുത്തിട്ടുണ്ടാവുക? അപ്പൊ ആ കുട്ടിയെ എങ്ങനെയായിരിക്കും അവർ വളർത്തിയിട്ടുണ്ടാവുക? റീൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം നമ്മളെ കുട്ടികളെയും പേരക്കുട്ടികളെയും നമ്മൾ ആലോചിക്കണില്ലേ? കുറച്ചുകൂടി ഒരു 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ എത്തി, നമുക്ക് ഏത് പ്രായം എന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും വലിയ വളർച്ച എത്താത്ത ഒരു കുട്ടി കുഞ്ഞു മനസ്സുകളിൽ ഉടലെടുക്കേണ്ട അല്ലെങ്കിൽ പിന്നെ ഉൾച്ചേർന്നിട്ടുള്ള കുറെ ആശയങ്ങൾ രസകരമായി ചിന്തിക്കുന്ന കുഞ്ഞു വർത്താനങ്ങൾക്കിടയിൽ സീരിയസ് ആയിട്ട് വാപ്പൊരു ചോദ്യം ചോദിച്ചപ്പോ സീരിയസ് ആയിട്ട് അതിന് മറുപടി പറഞ്ഞൊരു കുട്ടിനെ ഇസ്ലാം കാണിച്ചു തരുന്നുണ്ടല്ലോ. അപ്പൊ അന്നേ അങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പറ്റിയൊരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ കുട്ടി ഉണ്ടെന്നെങ്കിൽ ഈ ആധുനിക സംവിധാനങ്ങളും നമ്മൾ ജെൻസി കാറ്റഗറി എന്നൊക്കെ പറയുന്ന ഏറ്റവും അത്യാധുനിക ജനറേഷനിൽപ്പെട്ട കുട്ടികൾ അതിനേക്കാൾ സീരിയസ് ആയിട്ട് മറുപടി പറയുന്ന മക്കൾ നമ്മുടെ കുട്ടികളെ വർത്താനം ശ്രദ്ധിച്ചിട്ടില്ലേ? ഭയങ്കര സീരിയസ് ആണ് അവർ. പല വിഷയങ്ങളിലും ഭയങ്കര സീരിയസ് ആയിട്ട് അവർ സംസാരിക്കും. പക്ഷെ നിങ്ങൾ ദീനീ വിഷയം ഒരു കാര്യത്തിൽ ഇട്ടുകൊടുത്തിട്ട് അവരൊന്ന് ചെക്ക് ചെയ്തു അവർക്ക് എത്രത്തോളം അതിൽ തന്റെ ഇടമുണ്ട്, എങ്ങനത്തെ മറുപടിയാണ് നമുക്ക് കിട്ടണത് എന്ന് ആലോചിച്ച് നോക്കി. അതെന്തിന് കാരണം നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇനി മകനെ മാത്രമല്ല കേട്ടോ, ആ ഉമ്മ ഈ മക്ക മണലാരണ്യത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു മരുഭൂമി ഇങ്ങനെ കൊണ്ടുവരും. ആരോരുമില്ലാത്ത മരുഭൂമി, ഊഷരമായൊരു മരുഭൂമി അല്ലേ? ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഈ ചെറിയ കുട്ടിനെയും ഭാര്യയെയും ഒഴിവാക്കി ഇങ്ങനെ പോകുമ്പോ പിറുപിറുക്കണില്ല ഹാജറ. നമ്മുടെ വീട്ടിലെ സഹധർമ്മിണിമാർ അല്ലെ, ദീനീ വിഷയമായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, എത്രത്തോളം പിറുപിറുക്കുന്നു, എത്രത്തോളം കുറ്റപ്പെടുത്തുന്നു, എത്രത്തോളം നമ്മൾ ബ്ലെയിമിങ് എന്നുള്ളത് ഭയങ്കരമായിട്ട് കുറ്റം പറയില്ല കേട്ടോ, ആരെയും കുറ്റം പറയില്ല, നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. പിറുപിറുക്കണില്ലാത്ത ഹാജറായി നമ്മളോട് കാണുകയാണ്. ദീനിന്റെ ഒരു വിഷയത്തിന് ഇറങ്ങുമ്പോ സപ്പോർട്ട് ചെയ്യുന്നു. ഒറ്റ ചോദ്യമുള്ളൂ കേട്ടോ, അള്ളാഹു പറഞ്ഞിട്ടാണ് ഇബ്രാഹിമെ തിരിഞ്ഞു പോലും നോക്കാതെ അല്ലെ അതേ എന്ന മൗനം, അതേ എന്ന തലയാട്ടം നടത്തി ഇങ്ങനെ പോകുമ്പോ അതനുസരിക്കുന്ന ഒരു ഭാര്യയും അവിടെ ഉണ്ടല്ലോ അല്ലെ, അതനുസരിക്കുന്ന ഒരു ഭാര്യയും ഉണ്ടല്ലോ. ആലോചിച്ചോക്കി. അപ്പോ ദീനിന്റെ വിഷയത്തിൽ സകുടുംബം സ്വർഗത്തിലേക്ക് എന്ന് പറയുമ്പോ അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. കഞ്ഞിയിലും ബിരിയാണിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ല അല്ലേ, വെയിലത്തും ചൂടത്തും അല്ലെങ്കിൽ തണുപ്പത്തുള്ള അഡ്ജസ്റ്റ്മെന്റുകളല്ല, ഫാനിലും എ സിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളല്ല, അതിന്റെ സ്പീഡിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളല്ല. ദീനിന്റെ ഒരു വിഷയം വരുമ്പോ അള്ളാഹുവിന് 1ാം സ്ഥാനം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അള്ളാഹ്ക്ക് 1ാം സ്ഥാനം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ചരിത്രം നമുക്ക് അങ്ങനെ ഒരു കുട്ടിയെ, ഒരു ഉമ്മയെ ഇങ്ങനെ വരച്ചു കാണിക്കാണ്. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളിലേക്ക് ഇങ്ങനെ തട്ടിച്ചു വരട്ടോ. നമ്മുടെ കാലത്തിൻ്റെതായിട്ടുള്ള കുറെ മാറ്റങ്ങൾ ഉണ്ടാവും, പക്ഷേ അനുസരണയും റെസ്പെക്റ്റും ദീനിനോടുള്ള താല്പര്യവും ഒക്കെ എത്രത്തോളമുണ്ട്. ഇതിന് നമ്മൾ കുറ്റക്കാരാകുന്നുണ്ടോ? നമ്മളെ പോയിന്റ് അവിടെയാണ്. ഇതിൽ നമ്മൾ കുറ്റക്കാരാകുന്നുണ്ടോ? എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന ഞാനും നമ്മളും ഒക്കെ മതവിഷയത്തിൽ മാത്രം വലിയ ഫോഴ്സ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ നമ്മുടെ വീട്ടിലുണ്ടോ നോക്കുക. സുബ്ഹ് ജമാഅത്തിലേക്ക് നമ്മൾ വരുമ്പോ അല്ലെ, കള്ളന്മാര് വരുന്ന പോലെ ആരെയും ഉണർത്താതെ വിളിക്കാതെ വരുന്നുണ്ടോ? മരുമക്കളെ വരെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ടുണ്ടായിരുന്നു. മരുമക്കളെ ഡോറിൽ മുട്ടാൻ ധൈര്യം വരുമോ? ആലോചിച്ച് നോക്കി. മരുമക്കളെ ഡോറിന് മുട്ടിയിട്ട് സുബ്ഹിന് വിളിച്ചുണർത്താൻ. ജമാഅത്തിൽ ചിലപ്പോ ളുഹ്റു അസ്ർ നമ്മളെ കുട്ടികൾ സ്കൂളിലാണ്, പക്ഷെ മഗ്രിബിന് വരുമ്പോ എടാ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ, ആ പള്ളിയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ പ്രിയപ്പെട്ട നമുക്ക് പറ്റുന്നുണ്ടോ? ഇശാ വീട്ടിലുണ്ടല്ലോ അല്ലെ, ഇശാഇന് പള്ളിയിലേക്ക് എത്താൻ, കുട്ടികളൊപ്പം ഇങ്ങനെ വീട്ടിലേക്ക് എത്താൻ. പള്ളി എന്ന് പറയുന്നത് ഞാൻ വരേണ്ട ഒരു സ്ഥലമാണ്. പള്ളി എന്ന് പറഞ്ഞാൽ ജമാഅത്തിന് ഞാൻ എത്തേണ്ട ഒരു സ്ഥലമാണ് എന്ന ബോധം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളൊക്കെ ചില ആളുകളെ അധ്യാപകര് സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ദിവസവും അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ കാണുന്നുണ്ടാവുമല്ലോ. ഞാൻ ഓരോന്നും വിശദീകരിക്കണില്ല, ചെറുത് പറഞ്ഞു പോവാണ്. നമ്മുടെ മക്കളുടെ വസ്ത്രധാരണം
സത്യസന്ധമായിട്ട് ആലോചിച്ചു നോക്കി. നമ്മൾ പിടിച്ചോടത്ത് കിട്ടുന്നുണ്ടോ? നമ്മൾ പിടിച്ചോടത്ത് കിട്ടുന്നുണ്ടോ? എങ്ങനെയാണ് ഈ ഞാൻ കുറെ ആളുകളോട് ഇങ്ങനെ സദസ്സിൽ ചോദിക്കുന്നത്, ഈ അരത്തല മറക്കാൻ പെൺകുട്ടികൾക്ക് പെർമിഷൻ കൊടുത്ത സൂറത്ത് ഏതാണ്, അല്ലെങ്കിൽ ആയത്ത് ഏതാണ്, ഹദീസുകൾ ഏതാണ്? നമ്മുടെ മക്കളുടെ ഷോളുകൾ അരയായിട്ട് മാറി. ഇതിലേറ്റവും സങ്കടം എന്താ അറിയോ? ഇത് തിരുത്താൻ പോലും നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കില്ല. എന്നിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഇതാണ്, ഓളിപ്പോ ചെറിയ കുട്ടിയിൽ, ആര് 10ാം ക്ലാസ്സിൽ എത്തിയോളെ, ഓള് ചെറുതല്ലേ, വലുതാവുമ്പോൾ മാറിക്കോളും, വലുതാവുമ്പോ അങ്ങോട്ട് മാറിക്കോളും. ഈ സംഗതിയെ മുതലെടുത്തുകൊണ്ട് ഒരു തരത്തിലും മാറാതെ നമ്മുടെ മക്കൾ, നെരിയാണിന്റെ വിഷയത്തിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടോ, എടാ ഇതാണ് എന്റെ ലിമിറ്റ്. മറ്റു മര്യാദകൾ അല്ലെ, ഉറങ്ങുമ്പോ എന്റെ കുട്ടി ഉറങ്ങുന്ന മര്യാദകൾ, ഭക്ഷണ മര്യാദകൾ, ഒരു പൊതു സദസ്സിലേക്ക് അവനെ വിടുമ്പോ, ഒരു പൊതുസ്ഥലത്തേക്ക് അവനെ വിടുമ്പോ അല്ലെ, ഓ പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഡീൽ ചെയ്യും എന്നുള്ളൊരു ഉറപ്പെങ്കിലും മാനമര്യാദ, ഇസ്ലാമിക മര്യാദ അനുസരിച്ച് ഭക്ഷണം കഴിക്കും, ആ മര്യാദ അനുസരിച്ച് കടന്നിറങ്ങും, ആ മര്യാദ അനുസരിച്ച് അവർ യാത്ര ചെയ്യും. ഈ ശിക്ഷണങ്ങൾ മദ്രസ കഴിഞ്ഞിട്ട് എന്റെ കുട്ടിയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം രോഗശയ്യയിലായി മരണത്തോടടുത്ത് നിൽക്കുമ്പോ മക്കളെ വിളിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിക്കുന്നത് ഖുർആനിൽ കാണാം. നമ്മളൊക്കെ മരണസമയത്ത് പല വസീയത്തുകളും അല്ലെ, നമ്മൾ പല വസീയത്തും കിട്ടിയിട്ടുണ്ടാവും. മാ തഅബുദൂന മിൻ ബഅദി എന്നുള്ളതാണ്. മാ തഅബുദൂന മിൻ ബഅദി. നോക്കിയങ്ങള്, സ്ഥലം ഒരുക്കണില്ല, പീഡിയ റൂം ഒരുക്കണില്ല, വേറൊന്നുമില്ല, സാമ്പത്തിക വിഷയങ്ങളൊന്നുമല്ല ചർച്ച. മാ തഅബുദൂന മിൻ ബഅദി. മക്കൾ എങ്ങനെ നിർത്തിയിട്ട് ചോദിക്കണേ, എടാ എനിക്കു ശേഷം നിങ്ങൾ ആരെ ആരാധിക്കും എന്നുള്ളതാണ്. വാപ്പാക്ക് പേടിയുള്ള വിഷയം ഒന്നാമതായിട്ട് ചോദിക്കുക. ഈ ദുനിയാവിൽ ചർച്ച ചെയ്ത് പരലോകം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒന്നാമത്തെ പ്രാമുഖ്യവും പ്രാധാന്യവും കൊടുത്തുകൊണ്ടുള്ള ചോദ്യമാണ് മാ തഅബുദൂന മിൻ ബഅദി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികൾക്ക് ശിർക്കും തൗഹീദെങ്കിലും പറഞ്ഞു കൊടുക്കാൻ. എടാ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയ്, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ശിർക്ക് എന്താ പറയ്, തൗഹീദ് എന്താ നിനക്കറിയോ ചോദിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ശിർക്കും തൗഹീദും പോലും തിരിച്ച് വ്യവച്ഛേദിച്ച് കൊടുക്കാത്ത നമ്മുടെ മക്കൾ ചിലപ്പോ പരലോകത്ത് നമുക്ക് എതിരാവൂലേ? സാധ്യതയില്ലേ? ശിർക്കിന് വലിയ ഒരു പ്രയാസവും തോന്നാത്ത, അല്ലെങ്കിൽ വലിയ ഗൗരവമില്ലാത്ത മക്കൾ, തൗഹീദ് അനുസരിച്ച് ജീവിക്കാത്ത മക്കൾ. ഈ അടുത്ത് കഴിഞ്ഞ വെക്കേഷനിൽ ഒരു ക്ലാസ്സിന് പോയപ്പോ, വലിയ കുട്ടികളുടെ ക്ലാസ്സാണ്, എനിക്കുണ്ട് ഒരു അനുഭവം പറയാം. അവിടെ ഞാൻ ചോദിക്കണേ, എടാ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇതിന്റെ അർത്ഥം എന്താണ്? വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഇടയിൽ വന്നപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇതിന്റെ അർത്ഥം എന്താണ്? സത്യമായി പറഞ്ഞാൽ അതിൽ ഒരു കുട്ടിയാണ് പിന്നെ അല്ലെ പകുതിയെങ്കിലും ശരിയാക്കിയിട്ട് പറഞ്ഞത്. പള്ളിന്നാണ് ഞാൻ പറഞ്ഞത്. പകുതിയെങ്കിലും ശരിയാക്കിയിട്ട് പറഞ്ഞ ഒരു കുട്ടിയാണ്. ഞാൻ പറഞ്ഞെന്താ അറിയോ, നമ്മുടെ കുട്ടികളൊക്കെ വെറുതെ രസമായിട്ട് കുറെ ചാലഞ്ചുകൾ നിങ്ങൾ കണ്ടിട്ടില്ല? ഇങ്ങനെ മറ്റേ ബിസ്ക്കറ്റ് ചാലഞ്ചുകൾ, പൈസ വെച്ചിട്ട് ഇങ്ങനെ നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. ഇത് തിന്നാൽ എനിക്ക് ഇത്ര സമയം കൊണ്ട് ഇത് എടുക്കാം. ഖുർആന്റെ വിഷയത്തിലും ഖുർആന്റെ അർത്ഥ വിഷയത്തിലൊക്കെ അല്ലെ, കാലം മാറുന്നതനുസരിച്ച് നമ്മൾ ആ രീതികൾ സ്വീകരിച്ചോളി. പക്ഷെ എന്തിനാന്നുള്ളത് നോക്കിയാൽ മതി. ഒരു ചാലഞ്ച് ഒക്കെ നടത്തി നോക്കി. ഇത് ഫാത്തിഹന്റെ ഒരു ചലഞ്ച്, അർത്ഥം അറിയുന്നുള്ള ചലഞ്ചാണ്. മക്കളെ വരി പേരക്കുട്ടികളെ വിളിക്കാം. ഫാത്തിഹന്റെ ഒരു ചലഞ്ച് അടുത്താണ് അർത്ഥം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആർക്കറിയാം ചോദിക്കും. അവർ പഠിക്കട്ടെ. ഖുർആൻ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാക്കാനുള്ള കളികളും മെത്തേഡുകളും പുതിയ സ്ട്രാറ്റജികളും ചിലപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. പഴഞ്ചൻ രീതി വിടേണ്ടി വരും. പക്ഷേ നമ്മുടെ ലക്ഷ്യം, അതിലേക്ക് എത്താനുള്ള മാർഗം നമ്മൾ അവലംബിച്ചേ പറ്റൂ. പ്രിയപ്പെട്ടവർ, അറിയൂല ഇസ്ലാമിന്റെ ബേസ് പോലും നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. ഇത് എവിടുന്നാ പിന്നെ ഒരു പഠിക്കുക? എവിടുന്നാ പഠിക്കുക? സങ്കടാണ് കേട്ടോ. ചില വീട്ടുകളിലേക്ക് നമ്മൾ ഈ സ്കോഡ് വർക്ക് പോകുമ്പോഴേ നോക്കി, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനം, നിങ്ങളെ കുട്ടിയെ എന്നാടാ ഞായറാഴ്ച? ഞായറാഴ്ച എന്തിനാ ഞായറാഴ്ച വെക്കണത്? സ്കൂളില്ലാത്ത ദിവസം നോക്കിയിട്ടാണ്. അപ്പൊ ട്യൂഷനാണെടാ. ആരെ മുടക്കണറിയോ? വാപ്പി ഇമ്മി മുന്നിൽ നിന്നുകൊണ്ട് മക്കളെ മുടക്കുക. ഈ കുട്ടികൾ പിന്നെ ഏതെങ്കിലും ഒരു ദിവസം എന്തിനും വരുമോ? പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വരുമോ? നമ്മുടെ മക്കളൊക്കെ ഇവിടെ ഉണ്ട്. വലിയ സന്തോഷമാണ്. നമ്മുടെ മക്കളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ആമുഖമാഷത്തിൽ പറഞ്ഞതുപോലെ കുറെ ആളുകളോട് എത്താത്തുണ്ടല്ലോ. അപ്പൊ നമുക്കൊക്കെ പലതും ചെയ്യാൻ പറ്റും. നാട് വിട്ടുപോയിട്ട് ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തുന്നൊന്നുമില്ല. നമ്മുടെ അയൽപക്കങ്ങളിലേക്കെങ്കിലും ഒന്ന് വിളിക്കാനും ക്ഷണിക്കാനും ഒക്കെ. അതാണല്ലോ. അങ്ങനെ ചെയ്യാത്തവരോടാണ് അല്ലെ യുഅദ്ദിബുകും അദാബൻ അലീമ എന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുനിയാവ് നമ്മിൽ നിന്ന് ഇങ്ങനെ വേർപിരിഞ്ഞ്
നമ്മൾ ഇങ്ങനെ പോയി നമ്മളൊരു ദിവസം ഇവിടുന്ന് ഇങ്ങനെ അസ്തമിക്കും, ഉറപ്പാണ്. അതിനു മുൻപ് എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടി സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാൻ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അത് അദബുൻ ഹസന് പഠിപ്പിക്കാണ്. മാന ഹല വാലിദുൻ വലദൻ മിൻ അഹ്ലിൻ അഫ്ളല മിൻ അദബിൻ ഹസൻ. അല്ലേ, ഏറ്റവും നല്ല ദീനി സംസ്കാരം അവിടെയാണ്. ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ. അമ്പിഞ്ഞപ്പാല് കൊടുക്കുന്നതിന്റെ കൂടെ ആദർശം കൊടുക്കാൻ പറ്റണം. അമ്മിഞ്ഞ കൊടുക്കുന്ന ഉമ്മ ബിസ്മില്ലാ. എത്ര ഉമ്മമാർ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കും, അമ്മിഞ്ഞപ്പാല് കൊടുക്കുമ്പോ ബിസ്മില്ലാ എന്നാ കുട്ടി കേൾക്കുമാർ പറയുന്ന എത്ര ആൾക്കാരുണ്ട്? ആ കുട്ടി അതല്ലോ ചൊല്ലൂലല്ലോ. കുട്ടി ഇങ്ങനെ ആദർശബോധത്തോടുകൂടി ചെറുപ്പം തൊട്ടേ അവൻ കേൾക്കുന്ന വാക്കുകളിൽ ബിസ്മിയും ഔദുവും അല്ലാഹുവും നബിയും ഇതൊക്കെ കേട്ടുകൊണ്ട് വളരട്ടെ. നമ്മുടെ തീന്മേശയിൽ ബിസ്മില്ലാ നമ്മൾ മെല്ലാണ് പറയണം. ബിസ്മില്ലാ ഞാൻ ചൊല്ലി, എന്റെ കുട്ടികൾ അത് ചൊല്ലിയോ? എന്റെ കുട്ടികൾ ബിസ്മി ചൊല്ലിയോ ഭക്ഷണം കഴിച്ചപ്പോ? നോക്കണ്ടേ, ഒന്ന് ഉറക്കണ പറഞ്ഞു നോക്കി. എന്താ നഷ്ടം പ്രിയപ്പെട്ടവരെ? ബിസ്മില്ലാ എന്ന് ഉറക്കണ പറഞ്ഞാൽ അത് ആ കേൾക്കുമ്പോഴെങ്കിലും 5 ആളുകൾ ബിസ്മിയാണ് ചൊല്ലൂലേ? ചൊല്ലും. അപ്പൊ ചിലതിന് നമ്മൾ മുന്നോട്ട് വരണം. നമ്മൾ സ്വതക്ക ചെയ്യാൻ നീയത്തൊക്കെ നമ്മൾ തന്നെ ആയിക്കോട്ടെ, പക്ഷെ കൊടുക്കുന്നത് കുട്ടികൾ കൂടെ കാണട്ടെ. നമ്മുടെ മക്കളും കൊടുക്കട്ടെ, അവർ പഠിക്കട്ടെ. ഇതാ പള്ളിയിലേക്ക് എന്റെ ഉപ്പ ഇങ്ങനെയൊക്കെ സ്വതക്ക ചെയ്യുന്നുണ്ട്, ഞാനും പിൽക്കാലത്ത്. അല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടാലേ ഈ പള്ളിയായിട്ട് ഈ കുട്ടികൾക്ക് ബന്ധം ഉണ്ടാവില്ല. ഇതിനെങ്ങാനും എന്തെങ്കിലും ഒരു കലക്ഷൻ ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കൂല. അല്ലേ, ഇതിനല്ല പള്ളി മദ്രസ ഈ സിസ്റ്റവുമായിട്ടൊക്കെ പരമാവധി നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തി കൊണ്ടുവരാൻ നമുക്ക് കഴിയണമെന്നാണ്. കഴിയണം അല്ലേ? അപ്പൊ അതാ പറഞ്ഞത്, നല്ല പേരും നല്ല സംസ്കാരവും ഒക്കെ ഉമ്മ കൊടുക്കുക. ശൈത്താനിയത്ത് മക്കളിൽ നിന്ന് ഒഴിവാകാൻ പ്രാർത്ഥിക്കുക. അല്ലേ, ഉമർ അള്ളാഹു ഒരിക്കൽ ഒരു വാപ്പ ഉമർ അള്ളാഹിന്റെ അടുത്ത് വന്ന് പരാതി പറയുന്നത് ചരിത്രമൊക്കെ നമുക്കറിയാം. എന്റെ മകൻ ഞാൻ പറയുന്നത് കേൾക്കണില്ല, എന്റെ മകന്റെ കൂടല്ല. ഇതിങ്ങനെ കേട്ട അവസാനം ഞാനും കൂടി പറയട്ടെ ഉമറെ, അമീറുൽ മുഅ്മിനീൻ ഞാനും കൂടി കേൾക്കോ? മകന്റെ വാദം കൂടെ കേൾക്കുക. അവസാനം മകന്റെ അടുത്താണ് ശരി എന്ന് ഉമർ അള്ളാഹു വിധിക്കാണ്, കണ്ടെത്തുകയാണ്. കാരണം എന്താ അറിയോ? ആ മകന് വേണ്ടിയിട്ട് ദീനീപരമായിട്ടുള്ള ഒരു സംഗതി വാപ്പ ചെയ്തിട്ടില്ല, ഒരു സംഗതി ചെയ്തിട്ടില്ല. ഈ വണ്ടി എന്നർത്ഥമുള്ള പേര് നമ്മളൊക്കെ അല്ലെ കുട്ടികൾക്ക് പേരിടുന്നതിൽ പോലും അല്ലെ, ഇനിയിപ്പോ മോശം അർത്ഥമില്ലാതിരിക്കാനെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോ നല്ല അർത്ഥം അല്ലെ, വലിയ അർത്ഥമൊന്നും കിട്ടിയില്ലെങ്കിലും മോശം അർത്ഥമല്ല എന്തെങ്കിലും ഉറപ്പിക്കാൻ അക്ഷരം നോക്കിയിട്ട് ഇങ്ങനെ പേരിടുക. പിന്നെയോ അല്ലെ, ഖുർആൻ എന്റെ ഉമ്മ എന്നെ പഠിപ്പിക്കണില്ല, വിശ്വാസിയായിട്ടുള്ള ഒരു ഉമ്മയെ എനിക്ക് തന്നില്ല, പരാതി ഇങ്ങനെ പറയാൻ കേട്ടിങ്ങനെ നിൽക്കണം ഉമർ അള്ളാഹു. നോക്കി, വാപ്പാക്കെതിരെയാണ് പിന്നെ ഉമർ അള്ളാഹു വിധിക്കുന്നത്. ആലോചിക്കുക, നമ്മൾ എന്താണ് കൊടുക്കുന്നത്? സംസ്കാരമായി നൽകുന്നത് എന്താണ്? മക്കൾക്ക് കൊടുക്കുന്നത് എന്താണ്? അങ്ങനെ കൊടുത്താലേ പ്രിയപ്പെട്ടവരെ അത് തിരിച്ചു കിട്ടൂ എന്നുള്ളതാണ്. മക്കളിൽ വളരുന്ന കുറെ ചീഞ്ഞുനാറുന്ന സംസ്കാരങ്ങളുണ്ട്. ഒരു അനുഭവം കൂടെ ഞാൻ പറയട്ടെ. ഞാൻ കോഴിക്കോട് നിന്ന് അല്ലെ കണ്ണൂരിൽ ഖുതുബ പറഞ്ഞൊരു സമയത്ത് കോഴിക്കോട് ഇറങ്ങി, കോഴിക്കോട് നിന്ന് ബസ് കയറാണ്, പാലക്കാട് ബസ് കയറാണ് പെരിന്തൽമണ്ണ ഇറങ്ങാൻ വേണ്ടി. രാമനാട് കോഴിക്കോട്ട് നിന്ന് അവര് കയറുന്നു, പക്ഷെ അവര് ഇറങ്ങുന്നത് കൊണ്ടോട്ടിയിലാണ്. 2 പെൺകുട്ടികളാണ് കേട്ടോ, 2 പെൺകുട്ടികൾ. ഈ 2 പെൺകുട്ടികളുടെ സംസാരം ആ ബസ് മുഴുക്ക കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത്ര ഉച്ചത്തിലാണ് അവർ പറയുന്നത്. ഉറക്കെ സംസാരിക്കാൻ. ഒരു കുട്ടി ഇരിക്കുകയാണ്, ഒരു കുട്ടി നിൽക്കുകയാണ്. അപ്പൊ ഈ നിൽക്കുന്ന കുട്ടി കാര്യമായി ഗൗരവത്തോടെ എങ്ങനെ കുട്ടിയോട് പറയാൻ എന്ന് പറഞ്ഞാൽ പഴയ ഒരുപാട് അനുഭവങ്ങൾ സംസാരത്തിനിടയ്ക്ക് മനസ്സിലായി എനിക്ക്. ആ നിൽക്കുന്ന കുട്ടി പഠിക്കുന്നത് ബാംഗ്ലൂരിലാണ്. ഇവർ മുന്നേ +2 ഒരുമിച്ച് പഠിച്ചവരായിരുന്നു. അപ്പൊ മുന്നേ ഉള്ള ഫ്രണ്ട്സിനെ ബസ്സിൽ നിന്ന് കണ്ടുമുട്ടി ആ സംസാരം ഇങ്ങനെ തുടരാണ്. എന്നിട്ട് ഇവർ പറയുന്നത് അറിയോ? ഈ കുട്ടി പറയാണ്, എന്റെ സ്കൂളിലെ ചായത്താത്തയെ, നമ്മളെ സ്കൂളിലെ ചായത്താത്തയെ ഞാൻ കണ്ടിരുന്നു. എനിക്ക് മനസ്സിലായി ആ സ്കൂളിൽ ചിലപ്പോ ചായ ഉണ്ടാക്കിയിരുന്ന ഒരു താത്തയായിരിക്കും, അറിയൂല ഏതായാലും. എന്നിട്ട് ആ താത്ത എന്നോട് പറയണേ, ഈ നിൽക്കുന്ന കുട്ടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കട്ടോ, ആ താത്ത എന്നോട് പറഞ്ഞു, മോളെ നിന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ലടി, നിന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഈ കുട്ടി എനിക്ക് കാരണം പറഞ്ഞെന്താ അറിയോ? താത്ത പറയാണ് ഇത്രേ, അതായത് നീ ഷോൾ ഇടാത്തോണ്ട് അല്ലെ, അന്നൊക്കെ സ്കൂളിൽ വന്നപ്പോ ഷോൾ ഇട്ടിരുന്നല്ലോ, ഷോൾ ഇടാത്തോണ്ട് എനിക്ക് നിന്നെ മനസ്സിലായില്ല. അത് കേൾക്കണം, നമുക്ക് മനസ്സിലായി. പണ്ട് ഈ കുട്ടി ഷോൾ ഇട്ടിരുന്നു അല്ലെ, ബാംഗ്ലൂരിൽ ഡിഗ്രിക്ക് പോയപ്പോഴേക്ക് കുട്ടിയുടെ ഷോൾ അടിഞ്ഞിട്ടുണ്ട്. പിന്നെയും എന്റെ ഇതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഇങ്ങനെ താത്ത ചോദിക്കാൻ തുടങ്ങിയപ്പോ അവര് പറഞ്ഞ ഉപയോഗിച്ച വാക്കിതാണ്, അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇറിറ്റേറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ ഞാൻ അസ്വസ്ഥയായി എന്നർത്ഥം.
എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അറിയോ? ഒരു വാക്കോടെ പറയണ കുട്ടി, ഞാൻ താത്തയുടെ വിശേഷങ്ങൾ കൂടെ ചോദിച്ചിട്ട് ഞാൻ പെട്ടെന്ന് സ്കൂട്ടായി, അറിയുമെന്ന് വിചാരിക്കുന്നു, സ്കൂട്ടാ പറഞ്ഞ അവിടുന്ന് പെട്ടെന്ന് സ്ഥലം കാലിയാക്കി. അപ്പൊ ഈ കുട്ടിയെ ചോദിക്കണ്ടേ, ആണോ തന്നെ, അതേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരിങ്ങനെ കണ്ടിന്യൂ. ബാക്കി സംസാരങ്ങൾ നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ടല്ലോ. പക്ഷെ ഇതിനെ സ്ട്രൈക്ക് ചെയ്തു. കാരണം എന്താ അറിയോ, ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആ കുട്ടി അവസാനം ഈ വിഷയം അവസാനിപ്പിക്കണം അങ്ങനെയാണ്, എന്റെ ഉപ്പ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്നിട്ടല്ലേ ചായ താത്ത. അതാണ്, ഇങ്ങനെയാണ് ആ കുട്ടി പറഞ്ഞ് അവസാനിപ്പിക്കണം. എന്റെ ഉപ്പ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്നിട്ടല്ലേ ചായ താത്ത. അവിടെയാണ് ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായത്. അപ്പൊ ഈ കുട്ടി +2 വരെ നമ്മുടെയൊക്കെ മടിത്തട്ടിൽ നമ്മുടെയൊക്കെ മക്കളായിട്ട് വളരുന്നവർ നല്ല ഷോൾ ഇട്ടിട്ടും അതുപോലെ തന്നെ അല്ലെ മര്യാദക്ക് ഡ്രസ്സ് ധരിച്ചിട്ടും നല്ലത് രൂപത്തിൽ നമസ്കരിച്ചിട്ടും നല്ലത് പറഞ്ഞിട്ടൊക്കെ ഇവിടെയുള്ള, പക്ഷേ ഒരു പ്രത്യേകമായ പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് അവർ പറിച്ചു മാറ്റി നടുമ്പോ അവിടെ സംസ്കാരത്തോടുകൂടി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് ബാംഗ്ലൂരിന്റെ പ്രശ്നമാണോ? അങ്ങനെ കൊണ്ടവർക്ക് അല്ല. ഡൽഹിയിലെ പ്രശ്നമാണോ? അല്ല. ബാംഗ്ലൂരിൽ എത്തിയപ്പോ കുട്ടിന്റെ ഷോള് പോയി. ഡൽഹിയിൽ കൂടെ കയറി കഴിഞ്ഞാലേ എന്താണ് പോകുന്നത്? കാരണം ഞാൻ ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് എനിക്കറിയാം കുറേ കുട്ടികൾ നന്നായി വന്നവർ നന്നായി തന്നെ തിരിച്ചു പോയവരുണ്ട്. സ്ഥലത്തിന്റെ പ്രശ്നം കൊണ്ടല്ല, ആ മക്കൾക്ക് ആ ബോധമുണ്ടായതുകൊണ്ടാണ്. ആ വീട്ടിലെ ചിട്ടവട്ടങ്ങളാണ്. ഉപ്പയും ഉമ്മയും എത്രത്തോളം അവർ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്, എന്തൊക്കെ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. എന്നാൽ നന്നായി വന്നവർ കേടായി പോയവരും ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഉത്തരേന്ത്യയിലും മറ്റും അല്ലെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്ന ആളുകൾക്കൊക്കെ നമുക്കറിയാം. എന്റെ കസിൻ അമ്മായിയുടെ മകൻ, അവൻ കോയമ്പത്തൂർ വർക്ക് ചെയ്തപ്പോ അവന്റെ ഒരു അനുഭവം പറഞ്ഞു. എടാ, ഞാന് ക്യാമ്പസിലേക്ക് ഇങ്ങനെ പോകുമ്പോ കുറെ പെൺകുട്ടികൾ ഇങ്ങനെ പർദ്ദയും അവർ മുഖം പോലും കാണാതെ നിക്കാബ് ധരിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത് കാണാം. നിക്കാബ് ധരിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നവർ. പക്ഷേ അവരാദ്യം ക്യാമ്പസിലെത്തിയാൽ പോകുന്നത് നേരെ ടോയ്ലറ്റുകളിലേക്കാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും മൂത്രയിക്കാനാണോ? അല്ല. പിന്നെ ആ പർദ്ദയില്ലാത്തവരായിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. ഷോളുമില്ല, പർദ്ദയുമില്ല, ഉള്ളിലിട്ട ഡ്രസ്സാണ്. അത് ജീനാകാം, ടോപ്പാകാം, ടീഷർട്ടാകാം. അങ്ങനെയാണ് അവർ ക്യാമ്പസുകളിൽ ഉള്ളത്. തിരിച്ചു പോകുമ്പോ അതുപോലെ വീണ്ടും അവർ പർദ്ദയിട്ടുകൊണ്ട് വീട്ടിലേക്ക് എത്തുന്നു. ഉമ്മാന്റെയും ഉപ്പാന്റെയും എന്താ, എന്റെ കുട്ടി നല്ല പർദ്ദയും മഫ്തയൊക്കെ ഇട്ട് ക്യാമ്പസിൽ പോകുന്നു. അതുപോലെ ഇങ്ങനെ തിരിച്ചു വരുന്നു. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് പിടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഗൗരവം. അൽ-അഹ്കാമു ശർഇയ്യ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ മതവിധികൾ ഹലാലും ഹറാമും മൻദൂബും മക്റൂഹും ഇതൊക്കെ എന്റെ കുട്ടിക്ക് അറിയുമോ? എന്റെ കുട്ടീനോട് വിളിച്ചിട്ട് ഹലാലുകൾ എനിക്ക് അറിയണ്ടേ, ഹറാമുകൾ അറിയണ്ടേ, എന്തൊക്കെയാണ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അറിയണ്ടേ, സുന്നത്തായ കാര്യങ്ങൾ അറിയണ്ടേ. ഇത് പറഞ്ഞു കൊടുക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലെ? ചെറിയ പ്രായത്തിൽ നമ്മുടെ മക്കൾ മദ്രസയിൽ നിന്ന് ഇങ്ങനെ കേട്ടിട്ട് ചിലപ്പോ അവർ മറന്നിട്ടുണ്ടാവും. ഇത് ഓർമ്മപ്പെടുത്തേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ്. അതിന് നമ്മുടെ വീട്ടിൽ യാ ബുനയ്യ എന്നുള്ള വിളികൾ നമ്മൾ തുടങ്ങേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. യാ ബുനയ്യ, സ്നേഹത്താലുള്ള ഉപ്പയും സ്നേഹം കൊടുക്കുന്ന ഉമ്മയുമായി മാറാൻ നമുക്ക് പറ്റണം എന്നാണ്. സ്നേഹം കൊടുക്കുന്ന ഉപ്പയും സ്നേഹം കൊടുക്കുന്ന ഉമ്മയുമാകാൻ കഴിയണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കൗൺസിലർ ഈ അടുത്തല്ല കുറച്ച് മുമ്പായിട്ട് ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. അവർ പറഞ്ഞെന്താ അറിയോ? അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു ഉപ്പയും മകനും വന്നിട്ട് ആ മകൻ ഉപ്പയെ പറ്റി പറഞ്ഞ പരാതി എന്തായിരുന്നു അറിയോ? എന്റെ ഉപ്പാക്കിനോട് സ്നേഹമില്ല, എന്റെ ഉപ്പാക്കിനോട് സ്നേഹമില്ല. ഇത് കേട്ടപ്പോൾ അങ്ങനെയാണല്ലോ കൗൺസിലർ അടുത്ത് ഉപ്പാനും മകനും ഇങ്ങനെ മാറ്റി സംസാരിക്കൂലേ? ഉപ്പ പറയാണത്രേ കൗൺസിലറുടെ, പൊട്ടിക്കരയിട്ട് പറയാണത്രേ, എന്റെ കുട്ടിക്ക് ഞാൻ വാങ്ങിക്കൊടുക്കാത്തൊരു സാധനമല്ല സർ. എന്റെ കുട്ടി ചോദിക്കണത് അതൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട്. അവന്റെ ഈ മറുപടി എനിക്ക് വല്ലാതെ ഷോക്കായിട്ടുണ്ട്. എന്റെ ഉപ്പാക്കിനോട് സ്നേഹമില്ല. അപ്പൊ നമ്മളൊക്കെ വിചാരം എന്താ അറിയോ? ഈ സാധനം വാങ്ങിക്കൊടുക്കുന്നതിൽ മാത്രമാണ് സ്നേഹം എന്നാണ് അല്ലെ? ചോദിക്കുമ്പോ ഇങ്ങനെ ക്യാഷ് എടുത്തു കൊടുക്കുക, ഭയങ്കര ചിലപ്പോ അപ്പൊ ഇങ്ങനെ ഓക്കെ ആവുന്നുണ്ടാവും. പക്ഷെ എന്റെ കുട്ടിയെ ചേർത്ത് പിടിക്കാനും ശരിക്കും ശിക്ഷയും അല്ലേ ഒക്കെ സ്നേഹത്തിന്റെ ഭാഗമാണ് അല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ കൊടുക്കുന്ന നമ്മുടെ കുട്ടിയെ അടിക്കുന്ന അടി പോലും സ്നേഹത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാ പോരെ? നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ. പലപ്പോഴും ചിലതിനൊക്കെ വേണ്ടി അവർ കരയുമ്പോ നമ്മൾ എന്ത് ചെയ്യാണ്? ചിലത് കൊടുക്കണില്ല, പെർമിറ്റ് ചെയ്യണില്ല. എന്തുകൊണ്ടാണ്? സ്നേഹം കൊണ്ടാണ്. ഒരു ഉമ്മയുടെ ഒക്കത്തിരുന്ന് കരയുന്ന കുട്ടി
ബാക്കോട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കരയാണ്. അവനിങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോ ഒരു പ്ലേറ്റിൽ ഒരു ആപ്പിളുമുണ്ട്, ആ പ്ലേറ്റിൽ തന്നെ ഒരു കത്തിയുമുണ്ട്. ഒരു ആപ്പിളുമുണ്ട്, ഒരു കത്തിയുമുണ്ട്. അപ്പോ ഉമ്മ ഇങ്ങനെ മനസ്സിലാക്കി എന്റെ കുട്ടി ആപ്പിളിന് വേണ്ടി കരയാണ്. അപ്പൊ സ്നേഹത്തോടെ എന്ത് ചെയ്തു പറയും, ആ ആപ്പിൾ ഇങ്ങനെ എടുത്ത് കുട്ടിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാം. കുട്ടിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പോ ഒരൊറ്റ തട്ടാണ് ആ കുട്ടി. ആപ്പിൾ തട്ടിത്തെറിപ്പിച്ചു. പിന്നെയും ആ പ്ലേറ്റിലേക്ക് നോക്കി ഇങ്ങനെ കരഞ്ഞു. അപ്പൊ ഉമ്മാക്ക് മനസ്സിലായി ഇത് ആപ്പിളിനല്ല, പ്ലേറ്റിലിരിക്കുന്ന കത്തിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ഉമ്മമാർ കരയുന്ന കുട്ടിക്ക് കയ്യിൽ കത്തി വെച്ചു കൊടുക്കും. എന്റെ കുട്ടിക്ക് ആപ്പിളല്ലേ വേണ്ടത്, കത്തിയാണോ എന്നാ പറയണ്ടേ, എന്റെ കുട്ടിക്ക് ഞാൻ കത്തി തരാലോ എന്ന് പറഞ്ഞിട്ട് കത്തി വെച്ചു കൊടുക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്. ആരും കൊടുക്കൂല. ഒരു അയൽവാസി അപ്പൊ ഒന്ന് പറയണം, എന്താണ് മാളു എന്റെ കഥ, ആ കുട്ടിയല്ലേ കരയണത്, കത്തിക്കല്ലേ കരയണം, കൊടുത്തൂടെ എന്ന് പറയുന്ന ഏതെങ്കിലും അയൽവാസി ഉണ്ടാവോ? ഇല്ല. കാരണം എന്താ അറിയോ, ആ കുട്ടിയേക്കാൾ കത്തിയുടെ ഗൗരവം, അതിന്റെ മൂല, അതിന്റെ പ്രയാസം, അതുമൂലമുണ്ടാകാൻ പോകുന്ന അപകടം നമുക്കറിയാം എന്നുള്ളതാണ്. മുതിർന്ന നമുക്കറിയാം. അതുകൊണ്ട് നമ്മളത് മാറ്റിവെച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുമായ ഒരു കാര്യമാണ്. ചിലതൊക്കെ നമ്മൾ പെർമിറ്റ് ചെയ്യാതിരിക്കുന്നത്, അനുവദിക്കാതിരിക്കുന്നത് അവരോടുള്ള ഇഷ്ടമാണ്. നമ്മൾ സാധനങ്ങൾ മുഴുവൻ കൊടുത്തു മറിച്ചാൽ, നേരത്തെ ഈ കൗൺസിൽ പറഞ്ഞ പോലെ എന്റെ കുട്ടി വാപ്പാക്ക് എന്നോട് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരവസ്ഥ ചിലപ്പോ ദുനിയാവിലുണ്ടായില്ലെങ്കിലും പരലോകത്ത് നമുക്ക് ഉണ്ടാവുന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയുള്ള കുട്ടികളെ അല്ലേ ഖുർആൻ പറഞ്ഞിരുന്നുണ്ട്, എന്റെ വാപ്പാനും ഉമ്മാനൊന്ന് കാണിച്ചു തരോ, ഞങ്ങളുടെ കാലിനടിയിലിട്ട് അവരെ ചവിട്ടിയരക്കട്ടെ എന്ന് ചോദിക്കുന്നവരും. അതുപോലെ തന്നെ നോക്കിയേ, എന്റെ നന്മകൾ അല്ലെ, ഉപ്പയുടെ നന്മകൾ എടുത്തോ, ഉമ്മയുടെ നന്മകൾ എടുത്തോ, എനിക്ക് എന്റെ സ്വർഗം, അതിനുവേണ്ടി മുറവിളി കൂട്ടിയിട്ട് വാപ്പാനെയും ഉമ്മയെയും ശിക്ഷിച്ചാലെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരാമോ എന്ന് ചോദിക്കുന്ന മക്കളുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. പ്രിയപ്പെട്ടവരെ, പരിഹാരം എന്താണ്? നമുക്ക് പിടിച്ചു നിൽക്കാനെങ്കിലും പറ്റണമെന്നുണ്ടെങ്കിൽ, പഠിച്ചോനെ ഞാൻ അവർക്ക് ദീന് കൊടുത്തിട്ടുണ്ട്, കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ മതവിദ്യാഭ്യാസം, മദ്രസാ വിദ്യാഭ്യാസം, പിന്നെയുള്ള അവർക്ക് വന്നിരിക്കുന്ന അവസരങ്ങളിലൊക്കെ എന്റെ കുട്ടിയെ വിളിക്കാനെങ്കിലും വിളിച്ചുണർത്തിയും കൊണ്ടുപോയി ചേർത്തും വാഹനത്തിൽ കയറ്റിയും പുതിയൊരു കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോ, മോനെ നീ ളുഹർ ജമാഅത്ത് നമസ്കരിക്കാൻ വരേണ്ട പള്ളിയാണിത്, നീ ജുമുഅ നമസ്കരിക്കാൻ വരേണ്ട പള്ളിയാണിത്. ഓരോ ആഴ്ചയും സ്കൂളിൽ പോയിട്ട് വാ മോൻ ജുമുഅക്ക് പോണുണ്ടോ, എപ്പോഴാ പോണത്, എപ്പോഴാ വരുന്നത്, ഇതൊന്നും ചെന്ന് നോക്കാൻ ചിലപ്പോ സമയം കിട്ടണമെന്നില്ല. പക്ഷേ അങ്ങനെയൊന്ന് പറയാനെങ്കിലും, മോനെ നീ ജുമുഅക്ക് എത്തേണ്ട പള്ളിയാണിത്. 12:40 ജുമുഅ തുടങ്ങുമ്പോ 12:15 എന്റെ ക്യാമ്പസ് വിടുമ്പോ ഏക ഭക്ഷണം കഴിച്ച് ഇമാം മിമ്പറിൽ കയറുന്നതിന് മുൻപ് എന്റെ കുട്ടി പള്ളിയിലെത്തണം കേട്ടോ എന്നുള്ളൊരു വാക്കെങ്കിലും പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് കഴിയണ്ടേ പ്രിയപ്പെട്ടവരെ? ഇല്ലെങ്കിൽ നാളെ ഇതുപോലെ മക്കൾ നമുക്കെതിരാകും എന്നുള്ളതിൽ സംശയം ഉണ്ടാവില്ല. അങ്ങനെ പിടിച്ചേൽപ്പിച്ചു നോക്കി, ആ കുട്ടി പള്ളിയിലെത്തുന്നുള്ളത് ഉറപ്പാണ്. വാപ്പ കൊടുത്ത ഇൻസ്ട്രക്ഷന്റെ അപ്പുറത്തേക്ക് ഇല്ലേ, നമ്മളൊക്കെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാ, ചില ആളുകൾ വളരെ പക്കായിട്ട് ഇങ്ങനെ പള്ളിയിൽ പോകുന്നതും കൃത്യമായിട്ട് വരുന്നതും അത് ചോദിക്കുന്നതും ഒക്കെ കാണാൻ പറ്റും. എന്താ അറിയോ, അത് വീട്ടിൽ വളർത്തുന്ന ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിയുള്ള ദീന് കൊടുക്കാൻ ഉമ്മക്കും ഉപ്പക്കും കഴിയണമെന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ആ രൂപത്തിലേക്ക് നമ്മൾ വളരണം. അങ്ങനെ വളർന്നാൽ അങ്ങനെ അനുസരണയുള്ള ഇബ്രാഹിമുമാരെ നമുക്ക് കാണാം എന്നുള്ളതാണ്. സന്തോഷം കൊണ്ടുള്ള മറുപടി കേട്ട് സംപ്രീതരായി അള്ളാഹുലേക്ക് മടങ്ങാൻ കഴിയുന്ന യാക്കൂബ് നബിയുടെ മക്കൾ കൊടുത്ത മറുപടി പോലെ, ഇബ്രാഹിമിന്റെ മകൻ ഇസ്മായിൽ കൊടുത്ത മറുപടി പോലെ നമുക്ക് സന്തോഷത്തോടു കൂടി മടങ്ങാൻ പറ്റും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമ്മൾ പറഞ്ഞു വന്നത് ഇസ്മാഈലുമാർ നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പിന്നീട് കൻആനുമാരുണ്ടാകും. ഒരു കുട്ടി ജനിക്കണ കുട്ടിയുടെ നോക്കിയ എല്ലാവരും ഫിത്രത്തോടു കൂടി, ശുദ്ധ പ്രകൃതത്തോടു കൂടിയാണ് ഓരോ കുട്ടിയും ജനിക്കുന്നത്. മാതാപിതാക്കളാണ് പിന്നീട് അവരെ മജൂസിയാക്കുന്നതും നസ്രാണിയാക്കുന്നതും ഒക്കെ എന്നുള്ളത് ഒരു ഹദീസിൽ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ പിന്നെ ഉമ്മയുടെയും ഉപ്പയുടെയും ജീവിത സാഹചര്യവും ചിട്ടയൊക്കെ അനുസരിച്ച് അവരുടെ വിശ്വാസാദർശങ്ങളിലൊക്കെ ചിലപ്പോൾ പിഴവുകൾ വരെ സംഭവിക്കാന്നുള്ളതാണ്.
അല്ലാത്തതും ഉണ്ടാവും. ഇപ്പൊ കൻആൻ ചരിത്രം നമ്മളെ പഠിപ്പിക്കണതാണല്ലോ. വാപ്പ ഭയങ്കര ഉഷാറാണ്, നബിയാണ്, പ്രവാചകനാണ്. പക്ഷെ മകൻ പിഴച്ചുപോയി. അത് പിന്നെ റബ്ബിന്റെ തൗഫീഖാണ്. നമ്മൾ ചെയ്യേണ്ടതും ശ്രമിക്കേണ്ടതും ചെയ്തിട്ടും പിന്നീട് പിഴച്ചു പോകുക എന്നുള്ളത് അത് ചിലപ്പോൾ വിധിയായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. പക്ഷെ അവിടെയൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്കവിടെ കരണീയമായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോ മക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രക്ഷിതാക്കളിലൊക്കെ പലപ്പോഴും കാണാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു അബദ്ധങ്ങൾ സംഭവിക്കുമ്പോഴേക്ക് അവർക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട് അല്ലെ. മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുക, അവരെ ശപിക്കുക, അല്ലയോ നന്നാവില്ല, ഗുണം പിടിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിൽ സംസാരിക്കുക. ഒരിക്കലും ചെയ്യരുതെന്നാണ് അല്ലെ. മക്കളുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് ഓരോ മാതാപിതാക്കളും പിന്നെ പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, മക്കളുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ നോക്കിയേ, നാളെ പിന്നെ ഒരു ദിവസം നമ്മൾ മരണപ്പെടുന്ന സമയത്ത് എന്റെ മയ്യത്ത് നമസ്കരിക്കാൻ എന്റെ കുട്ടിക്ക് അറിയുമോ? ആ 4 തക്ബീറുകളിൽ എന്താണ് ചൊല്ലേണ്ടത് എന്നുള്ളത് അല്ലെ. 3ാമത്തെ തക്ബീറിലൊക്കെ വിശിഷ്യ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പണ്ടോ പഠിച്ചിട്ടുണ്ടാവട്ടോ, പക്ഷേ അവൻ മറന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ചിട്ടവട്ടങ്ങളിൽ ഇടക്കൊക്കെ ഇത്തരത്തിലുള്ള ആലോചനകൾ ഉപ്പയും ഉമ്മയും കൊണ്ടുവരണം എന്നുള്ളതാണ്. ആ രൂപത്തിലുള്ള ഒരു പ്രാക്ടീസ് അവർക്ക് കൊടുക്കണം. നമ്മൾ മരിക്കണ സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖബറിങ്ങനെ, നമ്മുടെ മയ്യത്ത് ഇങ്ങനെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ചിലപ്പോ മക്കളുടെ പോക്കറ്റിൽ നിന്ന് ചിലപ്പോ വാപ്പ ഉപയോഗിച്ച ഓരോ സാധനങ്ങളുടെ അല്ലെ പിന്നെ കീയോ അല്ലെങ്കിൽ പേഴ്സോ ഒക്കെ ഇങ്ങനെ ഖബർക്ക് ചിലപ്പോ ചാടാം. ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. എന്താടാ വാപ്പാന്റെ അല്ലെ പിന്നെ അബ്ദുൽ ഹമീദിന്റെ കൂടെ വന്നവർ ഇതാ ഞാനാണ്, ഇതാ കർച്ചീഫിൽ കെട്ടിയിട്ട് ഇങ്ങനെ കൊടുക്കും. ഇതാ ഉപ്പയുടെ വാച്ച്, ഉപ്പയുടെ പേഴ്സ്, ഉപ്പയുടെ മൊബൈൽ ഫോൺ. ലോക്കറിലൊന്നും കൊണ്ടുപോയേക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചിലപ്പോ പോക്കറ്റിലിട്ടുണ്ടാവും. ആ മയ്യത്ത് ഇങ്ങനെ ഖബറിലേക്ക് ഇറക്കുമ്പോ ചിലപ്പോ പോക്കറ്റിലുള്ളതും ചിലപ്പോ അതിലേക്ക് ചാടിയേക്കാം. അങ്ങനെ ചാടുമ്പോ ഒരു മക്കളും വിചാരിക്കൂല പ്രിയപ്പെട്ടവരെ, ഇത് വാപ്പാക്ക് ഉപകരിക്കുമെങ്കിൽ അത് അവിടെ കിടന്നോട്ടെ. അല്ലെ, ഉപ്പാന്റെ ഫോണല്ലേ, ഞാൻ ചോദിക്കുമ്പോ എനിക്ക് തന്നിട്ടുണ്ടായില്ല. ഉപ്പാന്റെ വാച്ച് എനിക്ക് തന്നിട്ടുണ്ടായില്ല. ഉപ്പാന്റെ പേഴ്സ് ചിലപ്പോ പൈസ അത്രയും പിശുക്ക് എനിക്ക് തന്നിട്ടുണ്ടായില്ല. ഉപ്പ ഉപയോഗിച്ച സ്കൂട്ടറിന്റെ കീ ഞാൻ ചോദിക്കുമ്പോഴേക്ക് ഉപ്പ കണ്ണൂരിട്ടും തന്നിട്ടുണ്ടായില്ല. അവിടെ കിടന്നോട്ടെ. ഉപ്പാന്റെ ഉപ്പ ഇതോട് അവസാനിക്കട്ടെ, എനിക്ക് വേണ്ട. ഇല്ല, 1 രൂപയുടെ ചില്ലറ നാണയമാണ് താഴെ വീണതെങ്കിൽ പോലും അതുപോലും തിരിച്ചെടുത്തിട്ടാണ് 3 പിടി മണ്ണ് വാരിയിട്ട് തിരിച്ചു പോരുന്നത്. മകൻ മരിച്ചാൽ വാപ്പ അങ്ങനെ തന്നെയാണ്, വാപ്പ മരിച്ചാൽ മക്കളും അങ്ങനെ തന്നെയാണ്. എന്താണ് പ്രിയപ്പെട്ടവരുണ്ടാവുക? ആ ലാസ്റ്റ് സക്കറാത്തിന്റെ സമയത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയതിന് വരെ ചിലപ്പോൾ പ്രതിഫലം ഉണ്ടാവും. അതിന് വരെ പ്രതിഫലം ഉണ്ടാവും. അതോടുകൂടി നമ്മുടെ അമലുകൾ മുറിഞ്ഞല്ലോ. പിന്നെ ഖബറിലേക്ക് എത്തുന്ന ഒരു അമലായി പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണ്? വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. അല്ലേ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. അത് നമ്മളെ മക്കൾ നമുക്ക് തരുമോ എന്നറിയാൻ ഒരു ചെറിയ പരീക്ഷണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എത്രത്തോളം നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും പ്രാർത്ഥിക്കുന്നുണ്ട് ആലോചിച്ചാൽ മതി. ഞാൻ എത്രത്തോളം എന്റെ മരിച്ച ഉപ്പാക്കും ഉമ്മാക്കും അല്ലെ പ്രാർത്ഥിക്കുന്നുണ്ട്. മരിക്കണം തന്നെ വേണമെന്നില്ലല്ലോ, ജീവൻ ഉണ്ടായിരിക്കെ എന്റെ മക്കൾ കേൾക്കെ ഞാൻ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും പ്രാർത്ഥിക്കണത് അവർ കേൾക്കണുണ്ടോ? അവർ കാണുന്നുണ്ടോ? റബ്ബി റഹ്മുമാ കമാ റബ്ബയാനി സഗീറ. എടാ, ഞാൻ എന്റെ ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കണത്, എന്റെ കുട്ടികളെ ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി ഇതേപോലെ പ്രാർത്ഥിക്കണട്ടോ എന്നുള്ള ഒരു വർത്താനെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? അവൻ ഓർമ്മ വരാൻ, അവന് കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഉപ്പാന്റെ ആ വാക്ക് ഇങ്ങനെ കാതുകളിൽ മുഴങ്ങണമെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? എടാ, നീ എന്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട്, എന്റെ കുട്ടി എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണട്ടോ എന്നുള്ളത് അവൻ പ്രാർത്ഥിക്കും. അതാ പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശിക്ഷണം കൊടുക്കുവാൻ നമുക്ക് കഴിയണം. കൂടെ നടത്തുക എന്നുള്ളത്, കൂടെ നടത്തുക. പ്രിയപ്പെട്ട മക്കളെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുമ്പോ നമ്മുടെ ഉമ്മയും ഉപ്പയും പല സമയത്തും നമ്മുടെ കൂടെയുണ്ടോ? നമ്മുടെ സന്തോഷങ്ങളിൽ അവർ നമ്മുടെ കൂടെയുണ്ടോ? ഞാൻ 1-2 കാര്യം പറയാം. നമ്മളിങ്ങനെ കുറെ യാത്രകൾ പോകുമ്പോ ആ യാത്രയിൽ എപ്പോഴെങ്കിലും നമ്മുടെ ഉപ്പയും ഉമ്മയും കൂടെ കൂട്ടാൻ നമുക്ക് പറ്റാറുണ്ടോ? സത്യസന്ധമായിട്ട് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ നമുക്ക് പറ്റണ്ടേ? അല്ലെ, അവര് പ്രായാധിക്യം കൊണ്ട് ഇങ്ങനെ വരുമ്പോ അവരെയും കൊണ്ട് ഒന്ന് ബീച്ചിൽ പോവാൻ. നമ്മളിങ്ങനെ എപ്പോഴും രാത്രിയൊക്കെ പല സമയങ്ങളിലായി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ഉപ്പയെയും ഉമ്മയെയും കൊണ്ട് ഒന്ന് ഹോട്ടലിൽ പോകാൻ, അല്ലെ, അവർക്കും ചിലപ്പോ ഉണ്ടാവും പുറത്തുനിന്നൊരു ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം. ഉപ്പാനെയും ഉമ്മാനെയും കൂട്ടിയിട്ടൊരു യാത്ര, ഉപ്പാനെയും ഉമ്മാനെയും കൂട്ടിയിട്ടൊരു ഭക്ഷണം. ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ട സന്തോഷങ്ങളാണ്.
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ സന്തോഷങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക. ഏറ്റവും ഭംഗിയുള്ള കുടുംബ ജീവിതത്തിൽ ഇതൊക്കെ വല്ലാതെ ഉപ്പയും ഉമ്മയും ആഗ്രഹിക്കും. പ്രത്യേകിച്ച് പ്രായമായി കൊണ്ടിരിക്കുമ്പോ അപ്പോഴാണ് കൂടുതൽ നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട മക്കൾ, ഉപ്പയെ അനുസരിക്കുന്ന ഉമ്മയെ അനുസരിക്കുന്ന അല്ലെ, പലപ്പോഴും പല രക്ഷിതാക്കളും അല്ലെ മദ്രസയിലൊക്കെ വിളിച്ചു പറയണേ പരാതിയിൽപ്പെട്ട ഒരു പരാതി എന്താ അറിയോ? സാറേ പറയണ കേൾക്കണില്ല എന്ന് മാത്രല്ല, ഓൻ ചാടിക്കളിക്കാണ്, ഓൻ എന്നോട് ആക്രോശിക്കാണ്, ഓന്റെ സ്വരം സഹിക്കണില്ല സർ. നോക്കിങ്ങൾ ഒരു പ്രത്യേക സമയത്തും ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ കാണണം. അപ്പോ സത്യമായി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഉപ്പയോടും ഉമ്മയോടും പെരുമാറുന്ന നമ്മുടെ മക്കൾ കാണണം. ഞാൻ ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞങ്ങൾ ഒരു സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു നമ്മുടെ പ്രസ്ഥാനത്തിലെ ഒരു ലീഡറുടെ ഒരു മുൻനിര ലീഡറുടെ വീട്ടിൽ പോയി, ഒരു മുൻനിര ലീഡറുടെ സംസ്ഥാന ലീഡറുടെ വീട്ടിൽ പോയി ഒരു മീറ്റിംഗ്. അന്ന് അവിടെയാണ് കൂടുന്നത്. അപ്പൊ ഇദ്ദേഹം ഞങ്ങളിങ്ങനെ അന്ന് പറഞ്ഞാൽ സംസ്ഥാന നേതാക്കൾ മാത്രം ഇരിക്കുന്ന ഒരു കോർ കമ്മിറ്റി മീറ്റിംഗ് ആണ്. പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി കൂടിയ ഒരു യോഗം. പ്രിയപ്പെട്ടവരെ, ഉള്ളിന്ന് ഇങ്ങനെ ഒരു വിളി വിളിക്കുക കേട്ടോ. ഉള്ളിന്ന് ആരാണല്ലോ മോനെ എന്നുള്ളൊരു വിളി എന്ന് പറഞ്ഞാൽ വിറയൽ ശബ്ദത്തിൽ മോനെ എന്നുള്ളൊരു വിളി ഇങ്ങനെ ഉള്ളിന്ന് കേട്ടു. അപ്പൊ ഞാനേ ഒരു കുട്ടികൾക്ക് ഇതിങ്ങനെ ക്ലാസ് എടുത്തൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞപ്പോ അവരോട് കുറെ ഓപ്ഷൻ കൊടുത്തു. എടാ, നിങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രിയപ്പെട്ട ഗസ്റ്റുകളുടെ കൂടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പുള്ള ചങ്ക് ബ്രോസ് അല്ലെ വിദ്യാർത്ഥികളുടെ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോ, അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ വീട്ടിലൊരു യോഗം ചേരുകയാണ്. അവിടെ ഏറ്റവും സുപ്രധാനികളുടെ ഒരു യോഗത്തിൽ പ്രായമായ നിങ്ങളുടെ ഉമ്മ, തൊലി ചുക്കിച്ചുളിഞ്ഞ വടികുത്തി നടക്കുന്ന നിങ്ങളുടെ ഉമ്മ ഉള്ളിന്ന് മോനെ എന്നെങ്ങാനും വിളിച്ചാൽ ഞാൻ 3 ഓപ്ഷൻ കൊടുത്തു. 1, ഉടനെ എഴുന്നേൽക്കുന്ന എത്ര ആളുകളുണ്ട്? സർ, എനിക്ക് എന്റെ ഉമ്മ വിളിക്കുന്നുണ്ടെന്ന് പോകണം. ഒന്നാമത്തെ ഓപ്ഷൻ. 2, ഇനിയും കൂടെ വിളിക്കുകയാണെങ്കിൽ വീണ്ടും വിളിക്കുകയാണെങ്കിൽ പോയി നോക്കാം. മോനെ 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 എന്ന് ആവർത്തിക്കുകയാണെങ്കിൽ പോയി നോക്കാം. 3, മൈൻഡ് ചെയ്യാതിരിക്കുകയും പിന്നീട് അവസാനം പോയിട്ട് ഉമ്മ നിങ്ങൾക്ക് അറിയൂല, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മീറ്റിംഗിനിടയിൽ ശല്യപ്പെടുത്തരുത്, എന്തിനാ പിന്നെ അതിന്റെ ഇടയിൽ വിളിക്കാൻ വന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുത്ത് എന്താക്കിയാ പോരെ, അങ്ങനെ ആക്കി പോരെ എന്നിട്ട് പോയിട്ട് ആക്രോശിക്കുന്നവർ. കുട്ടികളാകെ കൺഫ്യൂഷനായി അല്ലെ. ഞാൻ വീണ്ടും കുത്തി പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ട അതിപ്രധാനികളുടെ മീറ്റിംഗ് ആണ്. അതിപ്രധാനികളുടെ മീറ്റിംഗ്. നിങ്ങൾ എണീക്കുന്നത് പോലും ചിലപ്പോൾ അവർക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാവും. ആ സമയത്ത് ഉമ്മ വിളിച്ചാൽ നിങ്ങൾ പോവോ ഇല്ലേ എന്ന് ചോദിച്ചു. കുറച്ചാളുകളൊക്കെ 3നും ഇങ്ങനെ കൈപൊക്കി. പ്രിയപ്പെട്ടവർ, ഇത് നമ്മളാണെങ്കിലോ? ഞാൻ ആ വീട്ടിൽ കണ്ട കാര്യം പറയട്ടെ, ഞാൻ അവസാനിപ്പിക്കാൻ. ആ വീട്ടിൽ കണ്ട ഇതാണ്. അദ്ദേഹം എഴുന്നേറ്റു. സംസ്ഥാനത്ത് ഏറ്റവും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ പേര് പറയണില്ല. അദ്ദേഹം എഴുന്നേറ്റു. ആ മീറ്റിംഗ് വളരെ, ഞാൻ പറഞ്ഞു, അത്രയും സീരിയസ് ആയിട്ട് ഒരു മീറ്റിംഗ് ആണ്. അദ്ദേഹം എഴുന്നേറ്റു. എന്നിട്ട് നേരെ പോയിട്ട് പിന്നെ അദ്ദേഹം വരുന്നത് ആ മീറ്റിംഗിലേക്ക്, വലിയ മീറ്റിംഗിലേക്ക് ഉമ്മനെയും കൂട്ടിയിട്ടാ വരുന്നത്. ഉമ്മാനെയും കൂട്ടി വരികയാണ്. എന്നിട്ട് അദ്ദേഹം ചെയ്തെന്നറിയ പ്രിയപ്പെട്ടവരെ, ഉമ്മാക്കോട് വേണമെങ്കിൽ എന്ത് പറയാം, ഉമ്മ നിങ്ങൾ അവിടെ ഇരിക്കട്ടോ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് വരട്ടോ? ഇല്ല, ഉമ്മാനെയും കൊണ്ടുവന്നിട്ട് ഉമ്മ ഇത് ആദിൽ നസീഫ് ഓനെന്ന് അല്ലെ MSM അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഇന്നയാൾ, ഇവൻ ഇതാണ്, ഇവന്റെ വീട് ഇതാണ്. ഉമ്മ ഇതൊക്കെ നമ്മളെ വീട്ടിൽ മീറ്റിംഗിന് വന്ന ആൾക്കാരാട്ടോ, ഇതൊക്കെ നമ്മളെ വീട്ടിൽ വന്ന മീറ്റിംഗിന് വന്ന ആൾക്കാരാട്ടോ. എന്റെ ഉമ്മ പടെ പോയിരിക്കട്ടോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരട്ടോ? ഇല്ല, നിർത്തിയില്ല. ഓരോരുത്തരെയും ചേർത്ത് നിർത്തിയിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ അങ്ങനെ ആലോചിച്ചു, പടച്ചോനെ എന്താ ഇതിന്റെ ആവശ്യം? ഒറ്റ സെന്റൻസിൽ പറഞ്ഞ് അവസാനിപ്പിക്കാലോ. ഇത് പ്രധാനപ്പെട്ട മീറ്റിംഗാണ്. അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടല്ലോ, ഉമ്മക്ക് കൊടുത്ത പരിഗണനയായിരുന്നു അത്. ഉമ്മാക്ക് കൊടുത്ത പരിഗണനയായിരുന്നു. എനിക്ക് ആ കോർ കമ്മിറ്റി മീറ്റിംഗിനേക്കാൾ വലുത് മോനെ എന്ന് വിളിച്ച എന്റെ ഉമ്മയുടെ വാക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയുടെ ആ അദ്ദേഹത്തിന്റെ റിയാക്ഷൻ അല്ലെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഇങ്ങനെ കണ്ടത്. ആ മീറ്റിംഗിന് 5-10 മിനിറ്റ് ഒക്കെ വേസ്റ്റ് ആയി. പക്ഷെ അതൊരു വേസ്റ്റ് ആയിട്ട് ആർക്കും തോന്നിയില്ല. ഓരോരുത്തരെയും പരിചയപ്പെടുത്തിയിട്ട് അദ്ദേഹം എല്ലാരും പരിചയപ്പെടുത്തി ഉമ്മാനെ ഇങ്ങനെ മെല്ലെ കൊണ്ടുപോയിട്ട് ഉമ്മാന്റെ കയ്യിൽ വെള്ളത്തിൽ വിളിച്ചതാണ്. ആ വെള്ളവും കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടാണ് തിരിച്ചു വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര ആളുകൾ ഇങ്ങനെ പരിഗണിക്കും?
എത്ര ആളുകൾ പരിഗണിക്കും നമ്മുടെ വീട്ടിൽ അല്ലേ? ഒരു കല്യാണം നടക്കുമ്പോ പ്രായമായ ഉമ്മയോട് അഭിപ്രായം ചോദിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഉമ്മ പറയാണ് അല്ലെ, ഉമ്മ നമ്മൾ ഫുഡ് കൊടുക്കുന്നത് സുർബിയാനി കേട്ടോ, ഉമ്മാക്ക് തിരിയണമെന്നില്ല സുർബിയാനി, പുതിയ ഫുഡ് ഉമ്മാക്ക് അറിയണമെന്നില്ല. ഉമ്മ പറയും എടാ നെയ്ച്ചോറ് കൊടുത്താ പോരെ, നമ്മൾ ആരും നെയ്ച്ചോറെന്ന് വെക്കാൻ പോണില്ല. പക്ഷെ ഒരു ചോദ്യം, ഉമ്മാനോടൊരു ചോദ്യം, വാപ്പാനോടൊരു ചോദ്യം, ഉമ്മ നെയ്ച്ചോറ് ഇപ്പൊ ആരും നെയ്ച്ചോറ് വെക്കണില്ല, ഒന്നിങ്ങനെ തലയിൽ കൈയിട്ടുണ്ട്, ഉമ്മപ്പാരും നെയ്ച്ചോറൊന്നും വെക്കണില്ല, സുർബിയാനി നിങ്ങൾ ഉദ്ദേശിച്ച ബിരിയാണിന്റെ പോലെ തന്നെയാണ്. അങ്ങനത്തെ ഒരു സാധനം ഉമ്മാനൊന്ന് പരിഗണിക്കുക, ഉമ്മാന്ന് പരിഗണിക്കുക. തന്നെ മോനെ എന്റെ കുട്ടി അത് വെച്ചോ. പ്രിയപ്പെട്ടവരെ, തൃപ്തിയോടെ പൊരുത്തത്തോടെ ആ ഉമ്മയുടെ ആശീർവാദത്തോടെ ആ ഭക്ഷണം വെച്ചൂടെ? എന്ന പല ആളുകളും അങ്ങനത്തെ സദസ്സിലേക്ക് അഭിപ്രായം പോലും ചോദിക്കാതെ മോനെ നെയ്ച്ചോറ് വെച്ചാ പോരെ പറഞ്ഞാൽ ഉടൻ മറുപടി എന്തറിയോ? മുണ്ടായിരിക്കവിടെ, ഇത് ഞങ്ങൾ തീരുമാനിച്ചോളാം, നിങ്ങളവിടെ പോയിരുന്നോളി. മുണ്ടാതിരിക്കവിടെ, ഇത് ഞങ്ങൾ തീരുമാനിച്ചോളാം, നിങ്ങളവിടെ പോയിരിക്കും. ആരാ പറഞ്ഞറിയോ? മക്കൾ. ഇതാരാ കാണുന്നത്? അവന്റെ മകൻ, അവന്റെ മകൾ. നിങ്ങളെ ഉറപ്പിച്ചോളി, തിരിച്ചിങ്ങനെ നിങ്ങളെ കുട്ടി വലുതായി വരുമ്പോ, നിങ്ങളുടെ തൊലി ചുളിയുമ്പോ ഈ പരിഗണനയും കിട്ടൂല. നിങ്ങൾ ആക്രോശിച്ച അതേ ആക്രോശം അവർ തിരിച്ചടിക്കുന്നത് ഉറപ്പാണ്, ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ. കാരണം കണ്ടു വളരുകയാണ് നമ്മുടെ മക്കൾ, കണ്ടു വളരുകയാണ്. ഒരു കാര്യം കൂടെ ഈ അടുത്ത് എന്റെ കുടുംബത്തിൽ ഇട്ടോ, ഇങ്ങനെ കുടുംബ ബന്ധത്തിൽ ഒരു കുട്ടി യാത്ര പോകുമ്പോ നേരനുഭവമാണ്, അതാ പറയുന്നത്, നേരനുഭവമാണ്. ആ ഉപ്പ ഡ്രൈവിങ്ങിനിടയിൽ ഒരു റോങ് സൈഡിൽ ഇങ്ങനെ ഒരാൾ വന്നപ്പോ ഒരു തെറി ഉപയോഗിച്ചു. പെട്ടെന്ന് വന്നതാണ്, ശ്രദ്ധിച്ചിട്ടില്ല, ഒരു തെറിയാണ് പറഞ്ഞു. അന്നത്തെ യാത്രക്കിടയിൽ തന്നെ ആ കുട്ടി ആ തെറി മറ്റൊരു സാഹചര്യത്തിൽ ഉപയോഗിച്ചു എന്നതാണ്. ആ യാത്രയിൽ ആ തെറി ആ കുട്ടി അവിടെ ഉപയോഗിച്ചു. ഞങ്ങൾ ഇങ്ങനെ നിരീക്ഷിക്കലുണ്ട് ഇവിടെ, ഇസ്മായിൽ മാസിക്ക് ഉണ്ടല്ലേ, ചില ആളുകൾ ചില കുട്ടികളൊക്കെ ഇങ്ങനെ പിന്നെ ചില വാക്കുകൾ പറയുമ്പോ നമുക്ക് ഉറപ്പാണ് ആ കുട്ടിക്ക് ചെറിയ പ്രായത്തിൽ അത് കിട്ടുന്നത്, അത് വരുന്നത് വീട്ടിൽ ഉപയോഗിക്കുന്ന സംസ്കാരമാണ്. എടാ ഇതേ, എടാ അതെ എന്ന് വിളിക്കുമ്പോ ഉപ്പ ഫോണിലൂടെ വിളിക്കണതും അല്ലാതെ വിളിക്കണതും ഉപ്പാന്റെ പ്രഷർ ഫുൾ ഇങ്ങനെ ആ കുട്ടി കണ്ടുകൊണ്ട് വളരണം. പ്രിയപ്പെട്ടവരെ, നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ ഇതിനാണ് ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത്. നമ്മുടെ പാരന്റ്സിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ മക്കൾ കാണട്ടെ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ മക്കൾ മനസ്സിലാക്കട്ടെ. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏറ്റവും പക്വവും സംശുദ്ധവുമാവട്ടെ. അങ്ങനെയാകുമ്പോ അതൊക്കെ ശ്രദ്ധിക്കുന്ന മക്കളെ നമുക്ക് തിരിച്ചു കിട്ടും. അതുപോലെ അവരിൽ നിന്നും നമുക്ക് നല്ലത് കാണാനും പറ്റും. അള്ളാഹു അത്തരത്തിൽ കൺകുളിർമ നൽകുന്ന മക്കൾ, കൺകുളിർമ നൽകുന്ന കുടുംബ സംവിധാനം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പരിഹരിച്ച് മാപ്പാക്കി നൽകണേ തമ്പുരാനെ. ഏറ്റവും നല്ല കുടുംബജീവിതം നയിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മ ബാപ്പമാർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, അവർക്ക് നീ മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. കൺകുളിർമയും സന്തോഷവും പ്രദാനം ചെയ്യുന്ന സ്വർഗത്തിൽ, ദുനിയാവിലും അങ്ങനെ സ്വർഗത്തിലും സകുടുംബം ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് ഉമ്മാന്റെ കൂടെ ഉപ്പാന്റെ കൂടെ കുടുംബത്തോടു കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വവാലിദൈനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.